ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളം ബിഗ് ബോസ് സീസൺ 7 ഡേ 30. ഇന്ന് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഭയങ്കര കോളുകൾക്കുള്ള പ്രൊമോ ഒക്കെയാണ് നമ്മൾ കണ്ടതല്ലേ. എന്തൊക്കെ സംഭവിക്കും? വെറും പ്രൊമോ വെറുതെ കാണിച്ച് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ശരിക്കും സംഭവങ്ങളൊക്കെ ഉണ്ടാവുമോ? ഇന്നലെ വഴക്കിട്ട ആളുകൾ തമ്മിൽ വീണ്ടും കൂട്ടാവുമോ? കൂട്ടായ ആളുകൾ പിണങ്ങുമോ? എന്തൊക്കെ സംഭവ വികാസങ്ങളൊക്കെയാണ് നടക്കാൻ പോകുന്നത്? അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് കിടക്കാം, സമയം അധികം കളയണ്ട. ഓക്കെ, അപ്പോൾ രാവിലെ തന്നെ മോർണിംഗ് സോങ് ആരേ ഗോവിന്ദ ആരാരേ ഗോവിന്ദ ആ പാട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ഡാൻസാണ്. അത് കഴിഞ്ഞിട്ട് ആസ് യൂഷ്വൽ അനീഷ് സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം. അത് കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിൽ അടി, എല്ലാം നോർമലായിട്ട് രാവിലെ ഒരു അടി എന്തായാലും നിർബന്ധമാണല്ലോ. ജിഷിൻ വന്നിട്ട് ഞാനൊരു ചമ്മന്തി ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു, അത് ഇവർ ഒളിപ്പിച്ച് വെച്ചു എന്നൊക്കെ പറഞ്ഞ് മറ്റേ ലക്ഷ്മിക്കൊക്കെ അഗെയിൻസ്റ്റ്. ലക്ഷ്മി ഒരു ആദ്യം നാൾ നിങ്ങളിവിടെ നിൽക്കുമെന്ന് തോന്നുന്നില്ല, ആദ്യം നാൾ നമുക്കിങ്ങനെ ഫൈറ്റ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നില്ല, അതെന്ത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി പറഞ്ഞ് നിങ്ങൾ അധികം നാൾ ഉണ്ടാവും തോന്നുന്നില്ല, എല്ലാവരും നിങ്ങളെ പറഞ്ഞു വിടും എന്ന് പറയാം. അപ്പോൾ എല്ലാവരും കൂടെ ഭയങ്കര ബഹളമുണ്ട്. എന്ത് കറിയാണ് ഉണ്ടാക്കി വെച്ചേക്കണത്? ഇത് എന്ത് രസമാണോ? ഇത് ദോശയുടെ കൂടെ ഉണ്ടാക്കി വെച്ചേക്കണത്. അത് ദോശയാണെങ്കിൽ എന്ത് കുഞ്ഞു ദോശ. പണ്ട് നേരത്തെ ഇത്ര നാളുണ്ടായിരുന്ന ഒരു 3, 4, 5 ദോശ വരെ ലൈവായിട്ട് നമ്മൾ ചുട്ടു കൊടുത്തോണ്ടിരുന്നു. എല്ലാവരും വയറ് നല്ലോണം നിറഞ്ഞിരുന്നു. ഇതെന്ത് ദോശയാണിത്? അപ്പോൾ പിന്നെ ഇങ്ങനെ ഇത്രയും പിശുക്ക് കാണിക്കേണ്ട ആവശ്യം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനു അവിടെ ഇരുന്നിട്ട് രണ്ടെണ്ണം കഴിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അക്ബർ പറയുന്നുണ്ട്, ഒന്നെങ്കിൽ സാമ്പാർ നന്നാവണം അല്ലെങ്കിൽ ദോശ നന്നാവണം. ഇത് നിങ്ങൾ എന്താണിത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്? ആർക്കെങ്കിലും കഴിക്കാൻ പറ്റും? അല്ല, അത് മോശമായതുകൊണ്ടാണ് ഞാൻ മറ്റേ ഉള്ളിയുടെ കറി എടുത്തോളാൻ പറഞ്ഞതെന്നൊക്കെ മറ്റേ ലക്ഷ്മി അഡ്ജസ്റ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഇത് എൻ്റെ പിന്നെ ആർക്കും കഴിക്കാൻ പറ്റാത്ത കറി എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അനു പറയുന്നുണ്ട്, ഈ ബിന്നി ഉണ്ടാക്കിയ സമയത്ത് എന്തായിരുന്നു തീരെ 2 ദോശ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബിന്നി 2 ദോശ ഉണ്ടായിരുന്നുള്ളൂ, അത് വലിയ ദോശയായിരുന്നു, 2 മതിയായിരുന്നു, എല്ലാവരും വയറ് നിറഞ്ഞിരുന്നു. അപ്പോൾ മറ്റേ നമ്മുടെ ആദിൽ പറയേണ്ടത് എക്സ്ട്രാ മാവ് എടുത്ത് കുഴക്കാൻ ഉണ്ടാക്കായിരുന്നു എന്ന് പറയുള്ളൂ. അപ്പോൾ അതിനോട് വേണ്ട അങ്ങനെ പഠിപ്പിക്കാൻ പാടില്ല, 2 അത്ര മതി. ഞാൻ 3, 4 എണ്ണം ഉണ്ടാക്കി കൊടുത്താണ് ഇപ്പോൾ ഭയങ്കര പ്രശ്നമായത്. അങ്ങനെ ചെയ്യരുത്, അവരുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് ഈ അനു പറയണ്ട കേട്ടോ. അപ്പോഴേക്കും മറ്റേ നവീൻ വന്നിട്ട് പറയാം, ജിസയിലായിരുന്നു ഏറ്റവും നല്ലത്. ജിസയിൽ നല്ല സ്നേഹത്തോടെ എല്ലാം വിളമ്പുമായിരുന്നു. ഇവളാണെങ്കിൽ എന്താണ് പട്ടീനെ പോലെ നമ്മളെ കാണുന്നത്. ഒരു കൈപുണ്യം വേണ്ടേ, സ്നേഹത്തോടെ വേണ്ടേ ഭക്ഷണം കൊടുക്കാമെന്നൊക്കെ പറയാം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഈ ലക്ഷ്മിയും അനുവും ടോയ്ലറ്റ് ക്ലീൻ ചെയ്യട്ടെ, ഇനി അവർ കക്കൂസ് മതി, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനും ഒന്നും പ്രോപ്പറായിട്ട് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞ് നവീൻ അവരെ മാറ്റുക. അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അനു ബഹളം വെക്ക്. ഞാനാണ് പറഞ്ഞത്, ഞാനാണ് ഇവിടുത്തെ ക്യാപ്റ്റൻ, ഞാൻ പറഞ്ഞ് കേട്ടാൽ മതി, നിങ്ങൾ എന്നിട്ടും ബാത്റൂം ക്ലീനിങ്ങിലേക്ക് പോകണം. ഇത് ജിസയിലും ഒണിയിലും കൂടിയാണ് എനിക്ക് കിച്ചൺ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. എന്താണ് കാരണം പറഞ്ഞു. അപ്പം അനുവിന് ഞങ്ങൾ ആരും റെസ്പെക്റ്റ് ഇല്ല, പട്ടികളെ പോലെ കാണണം, നമുക്ക് ഒരു വിലയില്ലാതെ ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ ഭക്ഷണം തരണം, അത് പറ്റില്ല, നമുക്ക് മാന്യമായിട്ട് നല്ല ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അനുവിന് മാറ്റണം കേട്ടോ. അപ്പോൾ അനു പിന്നെ ആസ് യൂഷ്വൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി, പുറത്ത് പോയിരുന്നിട്ട് എനിക്കിത് തന്നെ വേണം, ഞാൻ എല്ലാവർക്കും എത്രയാണ് 3, 4 ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു, എല്ലാവരെയും പഠിപ്പിച്ചു, ഇപ്പം നോക്കി എൻ്റെ ഒരു അവസ്ഥ നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് അനു ഇരുന്ന് കരയുണ്ട്. ആസ് യൂഷ്വൽ കരച്ചിൽ, ഒറ്റയ്ക്കുള്ള സംസാരമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവരൊക്കെ ലക്ഷ്മി എന്ന് ആരുടെ ചോദിച്ചിരുന്നോ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കണം, എന്താ ചെയ്യേണ്ടതെന്ന് വല്ലതും ചോദിച്ചിരുന്നോ? ഞാൻ ചോദിച്ചിരുന്നു. ആരുടെ ചോദിച്ചിരുന്നു? കഴിഞ്ഞ ക്യാപ്റ്റൻ്റെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിരുന്നു. അപ്പം സാറ്റർഡേ ഒക്കെ ആകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഫുഡ് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോവും, റേഷൻ കുറഞ്ഞു പോവും, അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞു തന്നിരുന്നു എന്നൊക്കെ പറയും. അപ്പോഴേക്കും അനു അപ്പുറത്തിരുന്ന് പറയണം, പണ്ട് മുതൽ ഇങ്ങനെ ശീലിപ്പിച്ച ഏറ്റവും വലിയ കുഴപ്പം, അപ്പാനെയാണെങ്കിലും എന്നെ മാറ്റി, ഞാൻ എന്ത് ചെയ്യാനാന്നൊക്കെ പറഞ്ഞ് ഒറ്റയ്ക്കിരുന്ന് പറയുന്നുണ്ട്. 2 ദോശ ഞാൻ കൊടുത്തതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ചോദിക്കുക, ഇത്രയും പ്രശ്നമൊക്കെ നടക്കുമ്പോൾ അനുമോളോടെ അപ്പുറത്തേക്ക് അറിയാൻ പോയിട്ടുണ്ട്, അവിടെ ഒറ്റയ്ക്കിരുന്നൊക്കെ അറിയാൻ വേണ്ടി പോയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം എന്താണ് സീൻ എന്നുള്ളത്. എല്ലാവർക്കും ഇപ്പോൾ പുള്ളിക്കാരുടെ സ്ട്രാറ്റജി മനസ്സിലായി, ഒറ്റപ്പെടുത്തൽ സ്ട്രാറ്റജി സംഭവം. ഒരു ചാൻസ് കിട്ടി, ഇനി എനിക്ക് എന്താണ് കണ്ടൻറ്റ്, ഇന്നത്തെ ബിഗ് ബോസിൻ്റെ റേറ്റിംഗ് കൂട്ടാനുള്ള എൻ്റെ കണ്ടൻറ്റ് കിട്ടിക്കഴിഞ്ഞൊന്നും, എനിക്ക് പൈസ തന്നെയല്ലേ ബിഗ് ബോസ്, അപ്പോൾ എനിക്കുള്ള കണ്ടൻറ്റ് കിട്ടിക്കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടാണ് ആൾ ഓടിപ്പോയിട്ട് ആ മൂല പോയിരുന്ന് കരഞ്ഞിട്ട്, എനിക്കിത് തന്നെ വേണം, ഞാൻ 2 ദോശയല്ലേ കൊടുത്തതെന്നൊക്കെ പറഞ്ഞിരുന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മറ്റേ മസ്താനി വന്നിട്ട് ഇരിക്കേണ്ട. മസ്താനിത്ത് പറയാം, ഞാൻ 2 ദോശ വെച്ച് എല്ലാവർക്കും കൊടുത്തു, നമ്മുടെയൊക്കെ വയറിങ്ങനെ 1 ദോശ മതി, ഇവർക്ക് വേറെ എന്താ പണി, ഇവിടെ കൂലിപ്പണിയൊന്നും ചെയ്യണല്ലോ, വലിയ ഭാരിച്ച പണിയൊന്നുമില്ല, വെറും AC-ലിരിക്കലല്ലേ ഉള്ളൂ, അപ്പോൾ 1 ദോശയൊക്കെ തന്നെ ധാരാളം എന്ന് പറയുന്നുണ്ട്. പക്ഷെ മസ്താനിക്ക് അതൊന്നും പിടിച്ചിട്ടില്ല, മസ്താനിയുടെ വയറെന്ന് പറഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അക്ബറും ആര്യനും കൂടെ പറയാം, അതെങ്ങനെ അനുമോളുടെ അഡ്വൈസ് അല്ലേ ചോദിച്ചത്, ഇതിപ്പോൾ ഇത്രയും റേഷൻ വന്നു കഴിഞ്ഞിട്ട് വെറും 2 എണ്ണം ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു കൊടുത്താൽ പിന്നെ അവരങ്ങനെയല്ലേ ഉണ്ടാക്കുകയുള്ളൂ. അനുമോളെല്ലാം നേരത്തെ തീരുമാനിച്ചു, ഇവർക്കാണെങ്കിൽ ഒരു ആഴ്ചയിലെ റേഷൻ നോക്കിയിട്ട് ഇത്ര വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അങ്ങനെ ഒന്ന് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും ഇവർക്ക് അറിയില്ല, പുതിയ ആൾക്കാരല്ലേ, അപ്പോൾ അവർക്ക് അതൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പുറത്ത് അനുമോള് ഇരുന്നിട്ട് മറ്റേ മസ്താനി ഇരിക്കുന്നുണ്ട്, പിന്നെ പ്രവീണും ഇരിക്കുന്നുണ്ട്. അപ്പോൾ പ്രവീൺ പറഞ്ഞു, നമ്മൾ 2 ദോശയല്ലേ പ്ലാൻ ചെയ്തത്, അത് മതി, 2 ദോശയുടെ ആവശ്യമുള്ളൂ എന്ന് അനു പറയണം. മസ്താനി അല്ല, ഈ 2 കുഞ്ഞ് ദോശ വെച്ചിട്ട് ആരെയും വയറ് നിറയൊന്നുമില്ല എന്നൊക്കെ മസ്താനി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് ആര്യനും ബിന്നിയും റെനയൊക്കെ കൂടെ ഈ ചട്ടിയോടെ കൊണ്ടുവന്നിട്ട് ക്യാമറ കാണിക്കുക, കണ്ടാ ഇതെന്ത് കറിയാന്ന് നോക്കും, ഉപ്പൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത്, ഒരു സാധനവും ഇല്ല ഇതിൻ്റെ അകത്ത്, ഇതെങ്ങനെ കഴിക്കാനാണ് ഈ കറി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കര കംപ്ലയിൻറ്റ് പറയാണ്, ഇത് കഴിക്കാൻ പറ്റില്ല ബിഗ് ബോസ്, ഇതാണെങ്കിൽ 2ാമത്തെ ദിവസമായിട്ടുള്ളൂ, വീക്ക് തുടങ്ങിയിട്ടുള്ളൂ, അപ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥ, അപ്പോൾ ഇനി വീക്ക് എന്തൊക്കെ ആകുമ്പോഴേക്കും എന്തായിരിക്കും എന്നൊക്കെ അവരെന്ന് പറയണ്ടേ. ഇനി അനുമോളും പ്രവീണും മസ്താനും ഇരിക്കുന്ന ഗ്രൂപ്പിലേക്ക് ആദിലയും നൂറയും വന്നിട്ടാ, അവർ പറഞ്ഞു നമ്മൾ കുഞ്ഞ് ദോശ കൊടുത്തത് എന്നൊക്കെ മറ്റേ ആദില പറയുന്നുണ്ട്. അപ്പോൾ നൂറ അതെ, നമ്മൾ നേരത്തെ എല്ലാവരും വയറ് നിറയണ പോലെയൊക്കെ നമ്മൾ ഭക്ഷണം കൊടുത്തിരുന്നു. അപ്പോൾ അനുമോള് വീണ്ടും പറയണം, ഞാൻ ഈ 3ഉം 4ഉം ദോശ ഉണ്ടാക്കി കൊടുത്തു, ചോറ് നിറച്ചും പിന്നെ ഇഷ്ടംപോലെ കറി, എക്സ്ട്രാ കറിയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ശീലിപ്പിച്ചു, അതാണ് ഇപ്പോൾ പ്രശ്നമായത്. അപ്പോൾ മസ്താനിയൊക്കെ പറയുന്നുണ്ട്, പോരാ, അത് കുഞ്ഞ് ദോശയാണ്, അത് കഴിച്ചാൽ വയറ് നിറയില്ല. അതിലൊക്കെ ഇത് തന്നെ പറയണം കേട്ടോ. അനുവിൻ്റെ തലയിലോട്ട് അതങ്ങോട്ട് കയറുന്നില്ല എന്നല്ല, എന്തെങ്കിലും ഒരു റീസൺ വേണമല്ലോ എല്ലാവരായിട്ട് വഴക്കുണ്ടാക്കാൻ. അപ്പോഴേക്കും ഇത് നമ്മുടെ അനു എണീറ്റ് പോവാണ്. അപ്പോൾ അതിൽ പറഞ്ഞ് ഞങ്ങൾ മാറി തരണോ, വേണ്ട, ഒറ്റപ്പെടൽ സ്ട്രാറ്റജി പറ്റുമല്ലോ, ഇവരുടെ ഗ്രൂപ്പിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പെടൽ എങ്ങനെ കാണിക്കാൻ പറ്റും, അപ്പോൾ അതുകൊണ്ട് വേണ്ട ഞാൻ മാറിപ്പോകാന്ന് പറഞ്ഞാൽ അവിടെ പോയി മെയിൻ ഡോറിൻ്റെ ഫ്രണ്ടിൽ ഒറ്റപ്പെട്ട് ഇരിക്കുന്നുണ്ട് നമ്മുടെ അനുക്കുട്ടി. നൂറ് പറയണ്ടെന്ന്, ഇതുവരെ നല്ലോണം ഭക്ഷണമൊക്കെ കൊടുത്തോണ്ടിരുന്നാണ്, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവർക്കും ആവശ്യത്തിനൊക്കെ കൊടുത്തതാണ്. പിന്നെ നമ്മുടെ വീട്, അപ്പോൾ അതിൽ നമ്മുടെ വീട് പോലെ അല്ലല്ലോ ഇവിടെ നോക്കേണ്ടത്, ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം, പിന്നെ മറ്റേ ബാത്റൂം നീറ്റായിരിക്കണം, ഫ്ലോർ നീറ്റായിരിക്കണം, അങ്ങനെ എല്ലാവരും കൂടെ താമസിക്കുന്ന സ്ഥലമല്ല, അപ്പോൾ എല്ലാവരുടെയും തൃപ്തിക്ക് അനുസരിച്ച് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പോഴേക്കും അപ്പുറത്തുനിന്ന് സ്മോക്കിംഗ് റൂമിൽ നിന്ന് നവീൻ പറയാം, ഞങ്ങളും ബൂസ്റ്റൊക്കെ കഴിച്ചിട്ടൊക്കെ തന്നെ വളർന്നല്ലാണ്ട് ഇവള് മാത്രമല്ല, നമ്മൾക്കും ഇതുപോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയാം, പക്ഷേ ഇതുപോലെയല്ല കൊടുക്കേണ്ടത്, വെറുതെ വെള്ളം കലക്കിയിട്ട് സാമ്പാറാന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഇനിയിപ്പം മറ്റേ ഇവള് ബാത്റൂമിൽ തന്നെ പോട്ടെ, ജിഷിനെ ക്യാപ്റ്റനാക്കി വിട്ടിട്ടുണ്ട്, ബാത്റൂമിൻ്റെ ക്യാപ്റ്റനാക്കി വിട്ടിട്ടുണ്ട്, അവിടെ കിടന്ന് ഇനി അടി ഉണ്ടാവാൻ, ജിഷിൻ്റെ ക്യാപ്റ്റനാക്കി അവിടെ വിട്ടിട്ടുണ്ട്, അവളവിടെ കിട്ടും. ഇവളുടെ വിചാരം ഇവളെന്തോ വലിയ ഷെഫാണെന്ന്, വലുതായിട്ട് പഠിച്ചിട്ട് വന്നതെന്ന്, എല്ലാവർക്കും ഭംഗിയായിട്ട്. അപ്പം നൂറ് അവിടെ നിന്ന് ഇവള് തന്നെയാണ് എല്ലാം ഹാൻഡിൽ ചെയ്തിരുന്നത്, എല്ലാവർക്കും ഭംഗിയായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു, നല്ല ടേസ്റ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്തു, നമ്മളെ കൂടെ തൊടിപ്പിക്കുകയേ ചെയ്യില്ല, എല്ലാം അവൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ. അപ്പം നവീൻ അത് തന്നെ, എന്നിട്ട് എന്താണ് ഇവള് വലിയ ഷെഫാണെന്ന് അവളുടെ വിചാരം, അങ്ങനെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കാനായിട്ട്. അതിനോട് ഇരുന്ന് നൂറെടുത്ത് പറയാം, ഞാനാണെങ്കിൽ 2 ദോശ കറക്റ്റായിട്ട് കൊടുത്താണ്, എന്നിട്ടാണ് ഇവർക്ക് പ്രശ്നം. അപ്പോഴേക്കും അപ്പുറത്തുനിന്ന് ജിഷി വിളിക്കണേ, ദാനു വാ ബാത്റൂം ക്ലീൻ ചെയ്യാൻ, വയറിന് ചേട്ടാ ഒന്ന് മിണ്ടാണ്ടിരിക്കും, ഇവിടെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി നടക്കുമല്ലോ, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർ സംസാരിക്കുന്നത് ആൾക്കാരുടെ അടുത്തുള്ള സംസാരം തന്നെയാണല്ലോ. അപ്പോൾ ആവശ്യത്തിനൊക്കെ ഞാൻ കൊടുത്തു, എനിക്ക് പ്രശ്നം പറ്റിയത് ഞാൻ കൂടുതലുണ്ടാക്കി ഇവരെ ശീലിപ്പിച്ചു പോയി, അതല്ല നൂറ് പറയണത്, നീ കൊടുത്ത ആ ക്വാണ്ടിറ്റി കുറവായിരുന്നു, ചെറിയ ദോശയായിരുന്നു, അങ്ങനെയല്ലോ നമ്മൾ അത് തന്നെ 3ഉം 4ഉം ദോശയൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്നു, അതാണ് എനിക്ക് പറ്റിയ പ്രശ്നം. അങ്ങനെയല്ല, ഇത്ര നാൾ ഏത് കിച്ചൺ ടീം വന്നാലും അവരങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലല്ലോ ബിന്നി വന്നപ്പോഴൊന്നും അങ്ങനെയൊന്നും അല്ലല്ലോ ചെയ്തത്. ബിന്നിയാണെങ്കിൽ 2 ദോശ ഉണ്ടാക്കിയിട്ട് പിന്നെ എക്സ്ട്രാ ചോദിച്ചു കഴിഞ്ഞാൽ മാവ് തീർന്നു എന്ന് പറയും. ഇന്നലെ ആണെങ്കിൽ പൂരി ഉണ്ടാക്കിയപ്പോൾ ഞാൻ 4ഉം 5ഉം പൂരി എക്സ്ട്രാ ഉണ്ടാക്കി, അങ്ങനെ കൊടുക്കാൻ പാടില്ലായിരുന്നു, ഞാനതങ്ങനെ ശീലിപ്പിച്ചു പോയി, അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നുണ്ട്. പറയട്ടെ, പുള്ളിക്കാരുടെ വീട്ടിൽ നിന്ന് വന്നിട്ട് കൊടുക്കണ പോലെയാണ് കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് വന്ന ഏറ്റവും വലിയ തെറ്റ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതെല്ലാ കിച്ചൺ ടീമും ചെയ്യണ തന്നെയല്ലേ, പിന്നെ എന്താ പ്രത്യേകത ഉള്ളത് എന്ന് നൂറ് ചോദിക്കണേ. ഇത് എല്ലാവരും വയറ് നിറയണ്ടേ, ഈ 2 ദോശയ്ക്ക് വയറ് നിറയാനുള്ളൂ, ചെറിയ ദോശയായിരുന്നു, അത് വെച്ചിട്ട് വയറ് നിറയില്ല, അങ്ങനെയൊന്നുമില്ല, അത് കഴിച്ചാൽ നല്ലോണം വയറ് നിറയൊക്കെ ചെയ്യും, ഒരു പ്രശ്നമില്ല, നീ ഇത്ര നാളും മര്യാദക്ക് കൊടുത്തോണ്ടിരുന്നാണല്ലോ, പിന്നെന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ഒരു കാര്യമില്ലാണ്ടാണ് ഇപ്പം എന്നെ കിച്ചൺ ടീമിൽ നിന്ന് മാറ്റി, ഞാൻ 2 ദോശ മര്യാദയ്ക്ക് ഉണ്ടാക്കി കൊടുത്താണ്, ഇവർ പറയുമ്പോൾ അതനുസരിച്ച് ഞാനിങ്ങനെ ടീം മാറിക്കൊണ്ടിരിക്കണോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ നമ്മുടെ അനു. അപ്പോൾ നൂറം പിന്നെ മര്യാദക്ക് നീ കൊടുത്താൽ മതി, ഒന്നാമത് ആ കറിയും പൊട്ട, അതിൻ്റെ കൂടെ ദോശയും ചെറുത്, അപ്പോൾ എന്ത് ചെയ്യും, എന്നിട്ട് എല്ലാവരും കഴിച്ചല്ലോ എന്നാണ് പറയാം. പിന്നെ കഴിക്കാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും, വേസ്റ്റാക്കി കളയാൻ പറ്റുമോ, കഴിക്കാണ്ടിരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ പച്ചവെള്ളം തന്നാലും കഴിക്കും, വേറെ വഴിയില്ലല്ലോ, വേറെ എന്തെങ്കിലും ഇവിടെ കിട്ടാനുണ്ടോ, ഇതല്ലേ ഉള്ളൂ, അപ്പോൾ പിന്നെ അത് കഴിക്കും, അല്ലാണ്ട് പിന്നെ വേറെ എന്ത് ചെയ്യാനാണ് നോക്കി. അപ്പോഴേക്കും മറ്റവിടെ നിന്ന് വിളി തുടങ്ങി, വാ അങ്ങോട്ട് ചേട്ടാ അവിടെ പണി ചെയ്തോ, ഒരു ബാത്റൂം ഒഴിച്ചിട്, ഇതെന്താ ഉച്ചയ്ക്കുള്ള ചോറും കറിയാണോ ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അറിയാം, നിങ്ങളൊന്ന്
ഒന്ന് പോ, ഞാൻ വരുന്ന, എൻ്റെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിക്ക് പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അനു അവിടെ ഇരിക്കുന്നുണ്ട്. ബാത്റൂമിൻ്റെ ഭാഗത്ത് ആദിലയും അനുവും ജിഷിനും കൂടെ നിൽക്കണ്ട. ജിഷു എന്നെ എന്തൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനു എൻ്റെ വീട്ടിൽ പെരുമാറുന്ന പോലെയാണ് ഞാനിവിടെ പെരുമാറിയത്. അപ്പോൾ ആദില ഇതുപോലെയാണ് നീ നിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാറ്? അപ്പം അല്ല, ഈ ഭക്ഷണമൊന്നും ഞാൻ എൻ്റെ വീട്ടിൽ കഴിക്കാറില്ല. അപ്പം നീ പറഞ്ഞതോ എൻ്റെ വീട്ടിലെ പോലെ തന്നെയാണെന്ന് പറഞ്ഞതോ? അല്ല, ഇത് വീട്ടിലിപ്പോൾ റേഷനൊന്നും ഇല്ലല്ലോ. അപ്പം നീ വയറ് കുറച്ച് ഭക്ഷണം കഴിക്കാറില്ലേ നിൻ്റെ വീട്ടിൽ? കഴിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയല്ലേ ഇവിടെയും എല്ലാവർക്കും കൊടുക്കേണ്ടതല്ലേ ഭക്ഷണം? ഇവിടെ റേഷനാണ്, നമ്മുടെ വീട്ടിൽ റേഷനൊന്നും ഇല്ലല്ലോ. നമുക്ക് ആവശ്യത്തിനടുത്ത് ഭക്ഷണം വയറ് നിറച്ച് കഴിക്കാം. ഇവിടെ റേഷനാണുള്ളത്. ഈ പ്രാവശ്യം സാധാരണ പറഞ്ഞാലും കുറച്ച് കൂടുതൽ റേഷൻ വന്നില്ലേ അതിൽ ചോദിക്കുക. അപ്പം ഇല്ലേ മോളെ, ഇല്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ എനിക്കിതിനെപ്പറ്റി സംസാരിക്കാൻ വേറെ താല്പര്യമൊന്നുമില്ല കേട്ടോ എന്നാലും പറയാം. നീ സംസാരിച്ചാൽ മുട്ടിപ്പോവും അതിൽ പറയണേ. നല്ലൊരു കൊടുക്കലായിപ്പോയി. അടുത്തത് ഈ വൈൽഡ് കാർഡ് എൻട്രീസിൻ്റെ പണിപ്പുര ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ അതിൽ 10 സെക്കൻഡ്സ് കൊടുക്കും, അതിനുള്ളിൽ ഇവർക്ക് കയറി എടുക്കണം. അപ്പോൾ എല്ലാവരും കൂടെ 10 സെക്കൻഡ് ടൈം ബസർ അടിക്കുമ്പോഴേക്കും ഓടി കയറും. അപ്പോഴേക്കും ഇവർ പതുക്കെ കൗണ്ട് ചെയ്യാൻ കേട്ടോ. പുറത്തുള്ളവർ കൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് കുറച്ച് ടൈം താത്തിയിട്ടൊക്കെയാണ് കൗണ്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവർ ചാടി ഇറങ്ങുമ്പോഴേക്കും ബസർ അടിച്ചു. ലാസ്റ്റ് ജിഷിൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് എത്തി. ബാക്കി എല്ലാവരും അതിൻ്റെ അകത്ത് തന്നെയായിരുന്നു, ആരും ടൈമിന് എത്തിയിട്ടുണ്ടായില്ല. ജിഷിൽ ഓൾമോസ്റ്റ് ആ ബസറിൻ്റെ ടൈമിൽ തന്നെയാണ് ഇറങ്ങിയത്. അപ്പോഴേക്കും എല്ലാവരും കൂടെ ചാടിണേ, ആരും ഇറങ്ങിയിട്ടില്ല, എല്ലാവരും തിരിച്ച് സാധനങ്ങൾ വെക്കണം എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവരും തിരിച്ചു വെച്ചു. പക്ഷേ ജിഷി മാത്രം വയ്ക്കില്ല. ഇല്ല ബാസർ അടിക്കുന്നതിന് മുമ്പ് ഞാൻ ഇറങ്ങി അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഫൈറ്റ്. അപ്പോൾ അക്ബറൊക്കെ ഇല്ല അക്ബർ എടുത്ത് സാധനങ്ങളൊക്കെ എടുത്തെറിയുന്നു. ഞാൻ എന്താണ് ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങളുടെ സ്വന്തം സാധനങ്ങൾ, പ്രഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ആണ്, അത് നിങ്ങൾക്ക് എടുത്ത് എറിയാൻ വേണ്ടിയിട്ടല്ല എന്നൊക്കെ പറഞ്ഞ് ജിഷിയും ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴേക്കും ബിഗ് ബോസ് നവീനെ വിളിച്ചിട്ട്, നവീൻ ക്യാപ്റ്റനാണോ, നവീൻ്റെ അടുത്ത് പറഞ്ഞു ഈ ബസർ അടിച്ചതിന് ശേഷം ഇറങ്ങിയത് ആരൊക്കെയാണെന്ന് ചോദിക്കും. രണ്ടാമത് ബിഗ് ബോസ് ക്വസ്റ്റ്യൻ ഒന്നും മാറ്റി ചോദിച്ചു. ബസർ അടിക്കുന്നതിന് മുമ്പ് പുറത്തിറങ്ങിയത് ആരൊക്കെയാന്ന് നവീൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ നവീൻ പറഞ്ഞു ബസർ അടിക്കുന്നതിന് മുമ്പ് ആരും പുറത്തിറങ്ങിയിട്ടില്ല, പക്ഷേ ബസർ അടിച്ചതിന് ശേഷം ഇറങ്ങിയത് ജിഷിനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞ് ക്ലാപ്പ് അടിക്കും. അപ്പോഴേക്കും ഒരു കൺഫ്യൂഷൻ, നവീന് ഇവൻ എടുത്തോ ഇല്ലയോ. അപ്പോൾ എനിക്കങ്ങനെ കറക്റ്റ് മില്ലി സെക്കൻഡൊക്കെ വെച്ചിട്ട് അങ്ങനെ നോക്കാൻ പറ്റില്ല. ബിഗ് ബോസ് തന്നെ അവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ട് പറയുമോ. അപ്പോഴേക്കും ജിഷിൽ വേഗം അവിടെ ചെന്നിടപെട്ട്. ജിഷിൽ പറഞ്ഞു ബിഗ് ബോസ് ആണ് തീരുമാനം പറയാനുണ്ടെങ്കിൽ ഇപ്പം തന്നെ പറഞ്ഞിരുന്നു, നിൻ്റെ അടുത്താണ് തീരുമാനം പറയാൻ പറഞ്ഞത്, ക്യാപ്റ്റനാണ് തീരുമാനിക്കാൻ പറഞ്ഞത്, അവർ ഇറങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ക്യാപ്റ്റനാണ് തീരുമാനിക്കാൻ പറഞ്ഞത്. അപ്പം നീ ഇറങ്ങിയിട്ടില്ല എന്ന് പറയുക എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നവീൻ ഓക്കെ ഇറങ്ങിയിട്ടില്ല, ബസറിന് മുമ്പ് ഇവിടെ ആരും ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ജിഷി പറഞ്ഞു ഇല്ലല്ല ഞാൻ സമ്മതിക്കില്ല, ബിഗ് ബോസിൻ്റെ അടുത്താണ് എനിക്ക് സംസാരിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് എല്ലാവരും കൂടെ ഇയാളെ ജിഷിനെ അകത്തേക്ക് കയറ്റുന്നില്ല കേട്ടോ ആരും. ഈ പാക്കും പിടിച്ചോണ്ടിരിക്കുകയാണ് ആരും അകത്ത് കയറ്റുന്നില്ല. അക്ബറൊക്കെ പ്രത്യേകിച്ച് ഇത് പറ്റില്ല, നിങ്ങൾ റോങ് ആണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കണം എല്ലാവരും കൂടെ. അനു അവിടെ ഇരുന്ന് പറയുന്നുണ്ട് നമ്മളും ബസർ അടിച്ചതിന് ശേഷം ഇറങ്ങിയിട്ടുണ്ട്, നമുക്കെന്താ 2 കൊമ്പുണ്ടോ എന്നൊക്കെ അനു ഇരുന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തുനിന്ന് റേന ഈ ജിഷിനെ ചെറിയാൻ വേണ്ടി ചേട്ടൻ ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആയിട്ട് ഇരിക്കാന്ന് എനിക്കറിയാം, എന്നാലും ചേട്ടാ തോൽവി സമ്മതിക്കാൻ പഠിക്കണം. അപ്പോൾ ജിഷി പറഞ്ഞു നീ പോടി എന്ന് പറയട്ടെ. പ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്താണ് ചൊറിയാൻ വേണ്ടി വരുന്നത്. പിന്നെ കിച്ചൻ്റെ സൈഡിൽ വന്നിട്ട് അപ്പോൾ ബിന്നി നവീൻ്റെ അടുത്ത് പറയാണ് നീ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു കൺഫ്യൂഷൻ പോലെ വന്നു. അപ്പോൾ നവീൻ പറഞ്ഞു അല്ല പിന്നെ എൻ്റെ അടുത്ത് ബസറിന് മുമ്പ് ഇറങ്ങിയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് കറക്റ്റാണ്, ശേഷം ഇറങ്ങിയെന്ന് പറഞ്ഞതും കറക്റ്റാണ്, മുമ്പ് ഇറങ്ങിയെന്ന് പറഞ്ഞതും അതും രണ്ടും കറക്റ്റാണ്. പിന്നെ പറഞ്ഞു നിനക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ നീ നമ്മളടുത്തൊക്കെ വന്ന് ചോദിക്കുക, നിങ്ങളൊക്കെ എന്താ കണ്ടതെന്ന് ചോദിച്ചിട്ട് ആ ടീമുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം നീ ഒരു ആൻസർ പറയാൻ. ശരി എന്നൊക്കെ പറഞ്ഞ് നവീൻ നിൽക്കുക. അപ്പോഴേക്കും അക്ബർ വന്നപ്പോൾ അവൻ ആ ഡയലോഗ് അവിടെ നിന്ന് പറയണില്ലേ, നീ അങ്ങനെ 2 ഡബിൾ സ്റ്റാൻഡ് പറഞ്ഞുകൊണ്ടാണ് അവൻ ആ ഡയലോഗ് പറയണത്. നവീൻ പറഞ്ഞു അല്ല അതിപ്പോൾ നമ്മൾ ബസർ അടിച്ചതിന് ശേഷം നമ്മൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയാം. അപ്പോൾ അഭിലാഷം കൊണ്ട് പറയാം നമ്മൾ ബസർ അടിച്ചതിന് ശേഷം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ ആ സമയത്ത് നമ്മളെല്ലാവരും ഒരു ടീമായിരുന്നു, ഒബ്ജക്ഷൻ ആരുമില്ല, കാരണം എല്ലാവർക്കും സാധനങ്ങൾ ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഇവർ വന്ന് കളിച്ചപ്പോൾ അങ്ങനെയല്ല, ഇവർ പണിയും കൊണ്ടാണ് വരുന്നത്, നമുക്കുള്ള പണിയായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യണം. അത് വേണ്ട, സമയത്തിന് ഇറങ്ങിയിട്ടില്ല, നിനക്ക് തീരുമാനിക്കാനുള്ള അവസരം ബിഗ് ബോസ് വന്നപ്പോൾ നീ തീരുമാനിച്ചു, അത് ഇറങ്ങിയിട്ടില്ല എന്ന് തീരുമാനിച്ചു. മറ്റേത് നമുക്ക് ആരും ഒബ്ജക്ഷൻ ഇല്ല, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു, നമ്മൾക്ക് എല്ലാവരുടെയും ആവശ്യമായിരുന്നു. അത് ശരിയാണ് നവീൻ പറയുന്നുണ്ട്. പിന്നെ നല്ല ദേഷ്യം വന്നിട്ടിരിക്കട്ടെ ജിഷിൻ അവിടെ ഗ്രൗണ്ട് ഏരിയയിൽ അവിടെ പ്രവീണും പിന്നെ മറ്റേ സാബുമാനുമായിട്ട് ഇരുന്ന് പറയണേ എനിക്ക് നല്ല ബോധ്യമുണ്ട്, കറക്റ്റായിട്ട് ആ 10 എണ്ണി കഴിഞ്ഞിട്ട് ഉള്ള ബസറിന് മുമ്പ് ഞാൻ പുറത്തിറങ്ങി, ബസർ അടിക്കണത് ഞാൻ പുറത്തിറങ്ങിയത് ഒരുമിച്ച്, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ബിഗ് ബോസ് അവിടെ ചെക്ക് ചെയ്തിട്ട് പറയട്ടെ, ഞാനിവിടെ എനിക്ക് കിട്ടിയ 3 പാക്കറ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് കണ്ടാ വലിയ പണിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്, ഇവന്മാർക്കൊരു പണി കൊടുക്കണ്ടേ, ഇതിപ്പോൾ ഇവരാണ് തീരുമാനിച്ചത്, അങ്ങനെ ഞാൻ ഇറങ്ങിയോ ഇല്ലയോ
ഇല്ലയോന്ന് ഇവരാണോ തീരുമാനിക്കേണ്ടത്? ഇവരല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അത് ബിഗ് ബോസ് നോക്കിയിട്ട് പറയട്ടെ. ഞാനിപ്പോൾ എനിക്ക് കിട്ടിയ പാക്കറ്റ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, വലിയ പണിയാണ് ഇവന്മാർക്ക് കൊടുക്കാൻ പോണേന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നമ്മുടെ എന്താണ് ജിഷിൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിലെ നൂറേം ഷാനവാസും കൊണ്ട് സംസാരിക്കുന്നു കേട്ടോ അനുവിനെ പറ്റി. ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും ഒക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അനുവിൻ്റെ പ്ലാൻ എന്തൊക്കെയാണ്. അപ്പോൾ അതിൽ പറഞ്ഞു ആദ്യം ഇവള് മറ്റേ ബാത്റൂമിൻ്റെ ഭാഗത്ത് നിന്നപ്പോൾ പറഞ്ഞു ഞാൻ കുളിച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ബാത്റൂം കഴിയിട്ട് വരണം, എൻ്റെ വീട്ടിൽ ഞാൻ അങ്ങനെ ചെയ്യണത്, എൻ്റെ വീട്ടിലെ പോലെ തന്നെ ഞാൻ ഇവിടെ നിൽക്കണമെന്ന്. കിച്ചൻ്റെ കാര്യം വന്നപ്പോൾ നേരെ തിരിഞ്ഞ് വിശക്കണവർക്ക് വിശന്നോട്ടെ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഷാനവാസ് പറഞ്ഞു വിശക്കണവർക്ക് വിശന്നോട്ടേന്നാ. നൂറ് പറഞ്ഞു എൻ്റെ അടുത്തും പറഞ്ഞു അങ്ങനെ വിശന്നോട്ടെ അത് കുഴപ്പമില്ല, ഇവിടെ ഇപ്പോൾ വലിയ പണിയൊന്നുമില്ലല്ലോ, അധ്വാനമൊന്നും വലുതായിട്ടൊന്നും ഇല്ല, അപ്പം അങ്ങനെ വിശക്കണമെങ്കിൽ വിശന്നോട്ടെ. ഷാനവാസ് അത് ശരി, ഇപ്പോൾ നമുക്ക് ദഹിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വിശക്കില്ല, അല്ലാണ്ട് അധ്വാനം ചെയ്തിട്ടൊന്നും അല്ല എല്ലാ പ്രാവശ്യം വിശക്കണത്. അപ്പം മരുന്ന് കുടിക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ എന്ന് നൂറ് പറയുന്നത്. അതുണ്ടെങ്കിലും അതല്ലാതെ സാധാരണ മനുഷ്യർക്കാണെങ്കിലും വിശക്കൂലേ. പിന്നെന്താണ് അവൾ അങ്ങനെ പറഞ്ഞു? എൻ്റെ അടുത്തും അങ്ങനെ പറഞ്ഞു. അവൾ ഓരോ സമയത്തും ഓരോ പോലെയാണ് പറയണത്, അങ്ങനെ ഒരു സ്റ്റാൻഡിൽ ഉറച്ച് നിൽക്കണില്ല. അതൊക്കെ നമ്മുടെ ആദിൽ പറഞ്ഞു. അപ്പം അതിലേക്ക് നൂറയ്ക്കൊക്കെ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി. ഷാനവാസിന് ഇപ്പോൾ ഏകദേശം പിടികിട്ടി തുടങ്ങിയിട്ടുണ്ട്. അനു മസ്താനെ ഇരിക്കുമ്പോൾ അവിടെ ജിഷിൻ വന്നിട്ട് ചോദിക്കും അനു ഞാൻ പുറത്തിറങ്ങിയില്ലേ, ബസ്സിന് മുമ്പ് ഞാൻ പുറത്തിറങ്ങിയില്ല. ജിഷിൻ മാത്രം ഇറങ്ങി, കണ്ടോ അതാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ജിഷിൻ ആ പൊതിയൊക്കെ ആയിട്ട് ഇത് ഹൗസിനകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും അക്ബറൊക്കെ കൂടെ തടയും. അക്ബർ ആര്യനെല്ലാം കൂടെ തടയും. ഇല്ല കയറാൻ പറ്റില്ല, ബിഗ് ബോസ് എനിക്ക് കയറണം, എനിക്കും കൂടെ അവകാശമുള്ള വീടാണ്, ഞാനും കയറും എന്നൊക്കെ പറയും. ഇല്ല ബിഗ് ബോസ് കൺഫേം ചെയ്യണം, നിനക്ക് ഇതുമായിട്ട് ഇതിനകത്ത് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര ഉന്തും തള്ളും ബഹളവും. അതിനിടയ്ക്ക് മറ്റേ പാക്കറ്റ് വാങ്ങിക്കുന്നു എറിയുന്നു അക്ബർ. അപ്പോൾ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനമാണ്, നീ അത് എൻ്റെ പ്രഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾ എടുത്തറിയാൻ പറ്റില്ല, നിൻ്റെ അച്ഛൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനമൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് ജിഷിൻ കിടന്ന് ഭയങ്കര ബഹളം വെക്കുന്നുണ്ട്. പിന്നെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റായി. ലാസ്റ്റ് ബിഗ് ബോസ് പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് മറ്റേ അക്ബർ പറയുന്നുണ്ട് വേറെ പ്രവീൺ പറഞ്ഞു ഇവർക്കൊന്നും പ്രശ്നമില്ല, ബാക്കി വൈൽഡ് കാർഡ്സിനൊന്നും ഒരു പ്രശ്നമില്ല, അവർ ഫെയിലിയർ ആക്സെപ്റ്റ് ചെയ്തു, ഇയാൾ മാത്രമാണ് ആക്സെപ്റ്റ് ചെയ്യാത്തത് എന്നൊക്കെ പറയാം. അപ്പം പ്രവീൺ പറഞ്ഞു ഞാൻ ആക്സെപ്റ്റ് ചെയ്തു എൻ്റെ ഫെയിലിയർ ഞാൻ ആക്സെപ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അക്ബറും പിന്നെ ഇയാൾക്ക് മാത്രം എന്താണ് ഇപ്പോൾ ഇത്ര പ്രത്യേകത, ഇത്ര വലിയ കുന്തളിപ്പം എന്താണ് ഇയാൾക്ക് മാത്രം, ബാക്കി എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തല്ലോ, അതുപോലെ ഇയാൾക്ക് ആക്സെപ്റ്റ് ചെയ്താൽ പോരെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ബിഗ് ബോസ് വന്നിട്ട് എല്ലായിടത്തും ഫ്രണ്ടിൽ സോഫയിൽ വന്നിരിക്കാൻ പറയുന്നുണ്ട്. ബിഗ് ബോസ് ചോദിക്കുക ക്യാപ്റ്റൻ എന്താണ് ഏൽപ്പിച്ച ജോലി, ഇവർ ബസറിന് ശേഷം ഇറങ്ങി വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ. ഓക്കെ അങ്ങനെ ശേഷം ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും അപ്പോൾ എന്നിട്ട് നവീനെടുത്ത് ക്യാപ്റ്റൻ ഏൽപ്പിച്ച പണി ചെയ്യൂ. അപ്പോഴേക്കും ക്യാപ്റ്റൻ വേഗം പാക്കറ്റ് ജിഷിൻ്റെ കയ്യിലുള്ള പാക്കറ്റ് എടുത്തിട്ട് തിരിച്ച് പണിപ്പുരയിലേക്ക് വെക്കാൻ വേണ്ടി കൊണ്ടുപോകും. അപ്പോഴേക്കും എടാ ആക്സെപ്റ്റ് ചെയ്യടാ, തോറ്റൊന്ന് ആക്സെപ്റ്റ് ചെയ്യടാ എന്നൊക്കെ പറഞ്ഞാൽ അക്ബറൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആര് നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് പോയി, എന്ത് പോയി, എൻ്റെ കയ്യിൽ നിന്ന് എന്ത് പോയി, ആ പാക്കറ്റ് പോയി, ഈ ഗെയിം പോയി എന്നൊക്കെ പറയുന്നുണ്ട് ആര്യൻ. ജിഷിൻ്റെ അടുത്തൊക്കെ ഇവർ പറയുന്നുണ്ട് കേട്ടോ, നീ ആക്സെപ്റ്റ് ചെയ്യും, നിൻ്റെ ഫെയിലിയർ ആക്സെപ്റ്റ് ചെയ്യാൻ നോക്ക് എന്നൊക്കെ പറയാം. അപ്പോൾ ജിഷി പറയാം നീ 10-29 ദിവസം ഇവിടെ നിന്നിട്ട് എന്തുണ്ടാക്കി, ഒരു ഡ്രസ്സും എടുക്കാനൊന്നും പറ്റിയില്ലോ, അപ്പോൾ കളിച്ച് നേട്ടറാ എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളിവിടെ ഇരുന്നിട്ട് എന്ത് നേടി? അപ്പോഴേക്കും അഭിലാഷ് പോയ എല്ലാവരും ഒരു ഡ്രസ്സെങ്കിലും ഒരു ഡ്രസ്സ് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലാണ്ട് ഇതുപോലെയൊന്നും ആരും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയാം. അത് കഴിഞ്ഞപ്പോൾ മറ്റേ ഇയാൾക്ക് കുറേ കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ഭ്രാന്ത് പിടിച്ചു ജിഷിൻ വന്നിട്ട് മറ്റേ വയൽക്കാട് 4 വയൽക്കാടുണ്ട്, അണ്ണാക്കി പിരിവെട്ടിയ പോലെ അങ്ങോട്ട് ഇരിക്കുകയാണ്, ഒന്നും മിണ്ടാതെന്ന് പറയുമ്പോഴേക്കും അവർക്ക് ഭ്രാന്തായി. അപ്പോഴേക്കും മറ്റേ പ്രവീണും മസ്താനി ഞങ്ങൾ തോറ്റു, ഞങ്ങളത് ആക്സെപ്റ്റ് ചെയ്തു, ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അക്ബർ തോൽവി ആക്സെപ്റ്റ് ചെയ്യടാ മണ്ട എന്ന് പറയും. മണ്ട നിൻ്റെ മറ്റോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര പെരിഞ്ഞടിയാണ്. അപ്പോൾ അക്ബർ പറയാം ഈ ബാക്കി 4 വൈൽഡ് കാർഡ്സിനും നമ്മളുടെ കൈയടിയെന്നുകൊണ്ട് എല്ലാവരും ഭയങ്കര ക്ലാപ്പിംഗ് ഒക്കെയാണ് കേട്ടോ. ശരി ഞാൻ ഒരു പ്രാവശ്യം തോറ്റു, അത് ഞാൻ സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ജിഷിനും പോയിരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അക്ബറിൻ്റെ അടുത്ത് പറയാം ഞാൻ പറഞ്ഞു അവന് പോകാൻ നേരത്തെ ബസ്സറടിക്കുന്ന മുമ്പ് പുറത്തിറങ്ങണേ എന്നൊക്കെ ഞാൻ പറഞ്ഞ് എന്നൊക്കെ പറയാം. അപ്പോൾ അതെൻ്റെ റിവേഴ്സ് സൈക്കോളജി എന്ന് പറയാം, എന്തോ കൗണ്ട് ചെയ്തതിൽ എന്തോ മാറ്റി അങ്ങനെ എന്തോ കൊടുത്തിട്ടുണ്ടെന്ന് പുള്ളിക്കാരി. അപ്പോൾ അക്ബർ പിന്നെ നിൻ്റെ റിവേഴ്സ് സൈക്കോളജി കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്, എൻ്റെ അല്ല ആര്യൻ്റെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അപ്പുറത്ത് ഭയങ്കര ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ജിഷിനും മറ്റേ ലക്ഷ്മി എല്ലാം കൂടെ. ലക്ഷ്മി പറഞ്ഞത് ഒരു നമ്മൾ ഗ്രൂപ്പായിട്ട് കളിച്ചാലേ പറ്റുള്ളൂ, ആദ്യം തന്നെ ഒരാൾ കിട്ടുന്ന സാധനം എടുത്തിട്ട് ഡോറിൻ്റെ അവിടെ നിൽക്കുക, എന്നിട്ട് ബാക്കിയുള്ളവർ ഓടി ഇറങ്ങുക, അങ്ങനെ പറ്റുള്ളൂ, നമ്മൾ ഒറ്റയ്ക്ക് കളിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറയും. അപ്പോൾ അക്ബർ അപ്പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അക്ബറിനെ നോക്കിയിട്ട് ജിഷി പറയും അവനാണെങ്കിൽ പിന്നെ അവിടെ ഇരുന്നിട്ട് അങ്ങനെ മലന്നിട്ട് പാട്ട് പാടൽ തന്നെയല്ലേ പണി എന്നൊക്കെ പറയാം. അപ്പോൾ തോറ്റോടി എന്നൊക്കെ പറഞ്ഞാൽ എന്തോ അക്ബർ പറയുന്നുണ്ട്. പറയാം നീ 29 ദിവസം തോറ്റോണ്ടിരിക്കല്ലേ, ഞാൻ കണ്ടോണ്ടിരിക്കുകയായിരുന്നു എന്ന് തിരിച്ച് ജിഷിനും പറയണ്ടേ. അടുത്തത് നമ്മുടെ ബിഗ് ബോസിലേക്ക് വീക്ക്ലി ടാസ്ക് വന്നിരിക്കുകയാണ് കേട്ടോ. കിരീട യുദ്ധം എന്നാണ് വീക്ക്ലി ടാസ്കിൻ്റെ പേര്. അതിനകത്ത് കുറേ പവർ, ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പവർ
കൊടുക്കുന്ന ഒരു ടാസ്ക് ആണെന്നാണ് പറയണത്. ഇതിൽ 7 ടീം ആയിട്ട് തിരിക്കണം. 3 പേര് വെച്ചിട്ട് മെമ്പേഴ്സായിട്ട് 7 ടീം. അതിൻ്റെ അകത്ത് ഒരു ക്യാപ്റ്റൻ ഉണ്ടാവും, ബാക്കി 2 പേരും ഈ ക്യാപ്റ്റനെ സഹായിക്കുന്ന ആൾക്കാരായിരിക്കും. ഈ ടാസ്ക് ജയിക്കുന്നവർ ടീമിന് സൂപ്പർ പവർ കിട്ടും. സൂപ്പർ പവർ കിട്ടും. അതിൻ്റെ കൂടെ ഇവർക്ക് പലതരത്തിലുള്ള ക്യാപ്പുകളുണ്ട് കേട്ടോ. ക്യാപ്പുകൾ പല കളറിലുണ്ട്. അതിൻ്റെ കൂടെ ഒരു ബോക്സും ഒരു ഹുക്കും ഉണ്ട്. അപ്പോൾ ഇവർ വേറെ ടീം അംഗങ്ങളുടെ, അതായത് ക്യാപ്റ്റൻ്റെ തൊപ്പി സംരക്ഷിക്കുക, ബാക്കി സഹായികൾ ക്യാപ്റ്റൻ്റെ തൊപ്പി സംരക്ഷിക്കുന്നതിനോടൊപ്പം വേറെ ക്യാപ്റ്റൻ്റെ തൊപ്പി തട്ടിയെടുക്കാനും ശ്രമിക്കണം. പിന്നെ ഇതിന് 6 റൗണ്ട്സ് ഉണ്ടാവും. പിന്നെ ക്യാപ്റ്റൻ മറ്റുള്ളവരുടെ ഇതിൽ നിന്ന് തൊപ്പിയെടുക്കാനൊന്നും പോകരുത്. സഹായികൾ വേണം തൊപ്പിയെടുക്കാൻ പോകേണ്ടത്. ഇതൊരു ഫിസിക്കൽ ഗെയിം അല്ല, ബുദ്ധിയും തന്ത്രവും യുക്തിയും ഉപയോഗിച്ച് കളിക്കേണ്ട കളിയാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കളി ജയിക്കുന്നവർക്ക് കിട്ടാൻ പോകുന്ന സൂപ്പർ പവേഴ്സ്, ഒന്ന് സൂപ്പർ നോമിനേഷൻ, സൂപ്പർ ഇമ്മ്യൂണിറ്റി, സൂപ്പർ ഫാമിലി. അത് സൂപ്പർ നോമിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ആഴ്ച ഇവർക്ക് ഡയറക്റ്റായിട്ട് ഒരു വ്യക്തിനെ നോമിനേറ്റ് ചെയ്യാം. അത് ആര് വേണം ഇതൊക്കെ ചെയ്യാൻ, ആർക്കാണ് ഈ പവേഴ്സ് കൊടുക്കേണ്ടതെന്നുള്ള ക്യാപ്റ്റന് തീരുമാനിക്കാം കേട്ടോ, ജയിച്ച ടീമിൻ്റെ ക്യാപ്റ്റന്. പിന്നെ സൂപ്പർ ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ആഴ്ച ഇവർക്ക് നോമിനേഷൻ മുക്തിയാണ് കിട്ടുന്നത്. പിന്നെ സൂപ്പർ ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഫാമിലി വീക്ക് വരില്ല. ആ സമയത്ത് ഇവരുണ്ടെങ്കിൽ ഒരു വീക്ക് ഇവരുടെ ഫാമിലിക്ക് ഇവരുടെ കൂടെ താമസിക്കാനുള്ള അവസരം ഉണ്ടാവും. ഇനി ഇവർ ആ വീക്കിനുള്ളിൽ ഫാമിലി വീക്ക് വരുന്നതിന് മുമ്പ് ഔട്ട് ആവുകയാണെങ്കിൽ ഈ പവർ ഏതെങ്കിലും വേറൊരാൾക്ക്, ഇവർക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഇതുകൊണ്ട് കൈമാറാൻ പറ്റും. അങ്ങനെ ടീം, നമ്മുടെ ബിഗ് ബോസ് തന്നെ ടീം തിരിക്കുകയാണ്. ആരൊക്കെയാണെന്നറിയോ? ലക്ഷ്മി, ജിഷിൻ, നവീൻ. ലക്ഷ്മിയും ജിഷിനും അടിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അവരെ ഒരു ടീമിലിട്ടു. അതിൽ നവീനാണ് ക്യാപ്റ്റൻ. അടുത്തത് അക്ബർ, രേണു, ഷാനവാസ്. പക്ഷേ അക്ബറും ഷാനവാസും ഇപ്പം വലിയ കുഴപ്പമില്ലാണ്ട് പോകണോണ്ട് പ്രശ്നമില്ല. എന്നാലും അക്ബറും രേണുവും ചെറിയ പ്രോബ്ലം ഉണ്ടായി പുറകെ പാട്ടൊക്കെ പാടിയാണെന്ന് ഓർമ്മയില്ലേ. അതിനകത്ത് രേണുവാണ് ക്യാപ്റ്റൻ. പിന്നെ അടുത്തത് ജിഷേൽ, അനു, ശൈത്യ. അതിൽ അനുവും ശൈത്യയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പം അടിയാണ്. അതിൽ ജിഷയിലുമായിട്ടും അനു അടിയാണ്. ജിഷയിലാണ് അതിൻ്റെ അകത്ത് ക്യാപ്റ്റൻ. പിന്നെ മസ്താനി, രണ, ആര്യൻ. മസ്താനി, രണയും അടിയാണ്, അറിയാലോ. ഇത് അങ്ങനെ അടിയുള്ള ആൾക്കാരെ തന്നെയാണ് ഈ ബിഗ് ബോസ് കൊണ്ടിട്ട് ടീമാക്കി വെച്ചേക്കുന്നത് കേട്ടോ. മസ്താനിയാണ് ഈ ടീമിലെ ക്യാപ്റ്റൻ. പിന്നെ ശരത്ത്, അനീഷ്, സാബുമാൻ. അതിൽ അനീഷും ശരത്തും കണ്ട അടിയാണല്ലോ. അതിനകത്ത് അനീഷാണ് ക്യാപ്റ്റൻ. പിന്നെ അടുത്തത് ബിന്നി, നൂറ, അഭിലാഷ്. ഇതിനകത്ത് നൂറയാണ് ക്യാപ്റ്റൻ. പിന്നെ ആദില, ഒനീൽ, പ്രവീൺ. അതിൽ ഒനീലാണ് ക്യാപ്റ്റൻ. അയ്യോ, അതൊരു 1.5 ടാസ്ക്കായി പോയി. ബസ്സിലടിച്ച് എല്ലാം കൂടെ ഓട്ടം വെക്കണം. ജിസയിൽ പറന്നു പോകുന്നു. മറ്റേ രേണുവിൻ്റെ തല എല്ലാവരും കൂടെ കയറി പിടിക്കുന്നു. രേണു ഒരു ഈസി ഇതാണെന്ന് വിചാരിച്ചിട്ടേ എല്ലാവരും കൂടെ പിടിക്കുന്നു. അപ്പോഴേക്ക് അക്ബർ വേഗം തലയിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. അപ്പോൾ റെന ഇരുന്ന് മുടിയിൽ വലിക്കില്ലേ, ആര്യനെ വലിക്കണം, അങ്ങനെ ഫിസിക്കലി അല്ലേ മുടിയിൽ പിടിച്ച് വലിക്കില്ലേ എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. റെനയാണെങ്കിൽ എന്നിട്ടും വിടുന്നില്ല. അപ്പം ഷാനവാസിക്ക ഇവളെ പിടിച്ച് മാറ്റി എന്ന് പറയുമ്പോഴേക്കും ഷാനവാസ് പറന്നു വന്നിട്ട് റെനനെ വലിച്ചൊരു വലിയ അങ്ങോട്ട് വലിക്കുമ്പോഴേക്കും റെന അങ്ങോട്ട് പറന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അനീഷാണെങ്കിൽ ആദ്യം തൊപ്പി തലയിൽ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അപ്പാനിയും മറ്റേ സാബുമാനും കൂടെ ഒരു ബ്ലാങ്കറ്റ് ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഈ നാടകത്തിൻ്റെ കർട്ടൻ പിടിച്ചേക്കണം. ആരും ഇങ്ങോട്ട് കയറി എന്നൊക്കെ പറഞ്ഞു നിൽക്കുക. ലാസ്റ്റ് എന്ത് ചെയ്തു? അനീഷ് ഈ തൊപ്പിയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് കയറി അങ്ങോട്ട് കമ്മന്ന് കിടന്ന് എല്ലാവരും കൂടെ അനീഷിൻ്റെ തലയുടെ മുകളിൽ കൂടെ കയറി ശ്വാസം മുട്ടി ആകെ. അതിനിടയ്ക്ക് മറ്റേ ലക്ഷ്മി ഇരുന്ന് തപ്പണ്. ഇയാൾ ആരെയൊക്കെ കടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ മറ്റേ അനീഷ്. എന്നിട്ട് ഷാനവാസിനെ എങ്ങനെയോ വലിച്ചിട്ട് ആ ക്യാപ്പിൻ്റെ ഒരു ചെറിയ കഷ്ണമായിട്ട് അതുകൊണ്ടിട്ട് മറ്റേ സ്റ്റാൻഡിൽ തൂക്കിയിട്ടുണ്ട്. അങ്ങനെ ആ കാലക്കൊളുത്ത് ബഹളം എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ബസറടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ഷാനവാസ് തൂക്കിയിട്ട് കഴിഞ്ഞപ്പോഴേക്കും ബസറടിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും മറ്റേ അനു വന്നിട്ട് ഈ രേണുവിനെ കെട്ടിപ്പിടിക്കും. കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴേക്കും ടപ്പ് ചെയ്യാന്ന് പറഞ്ഞ ഒരൊറ്റ വീഴ്ച. പിന്നെ രേണുവിനെ പൊക്കി മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകും. അനീഷാണെങ്കിൽ ശ്വാസം മുട്ടിയിട്ട് അത് വയ്യ. പിന്നെ ഇത് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഇത് നമ്മുടെ അനീഷിനെയും കൊണ്ടുപോകും. അങ്ങനെ ഫുൾ മെഡിക്കൽ റൂം പഞ്ചറായി എല്ലാം ഡാമേജ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പം അന്നെ എന്നിട്ട് ലക്ഷ്മിയുടെ ചിത്ത പറയുന്നുണ്ട്, നീ എന്ത് ഞങ്ങളൊക്കെ വലിച്ച് നിരക്കി കൊണ്ടുപോകായിരുന്നു, നിൻ്റെ മോതിരം മുഖത്ത് കൊണ്ടുപോകുന്നൊക്കെ മറ്റേ അനീഷ് എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ് നഖം വെച്ചിട്ടൊക്കെ കളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ അപ്പം മറ്റേ ലക്ഷ്മി പറയുന്നത് ഈ അനീഷിൻ്റെ ഡാമേജ് നേരത്തെ ഉള്ളതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, ഇപ്പം വന്നൊന്നും അല്ല നേരത്തെ ഉള്ളതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നീ മിണ്ടരുത്, നീ ഒരു പെണ്ണായിപ്പോൾ എന്ത് പെണ്ണ് അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് പൊരിഞ്ഞടി. അപ്പോഴേക്കും ആദ്യം വന്നിട്ട് നിങ്ങൾ ഇവിടെ കിടന്ന് ഷൗട്ട് ചെയ്യരുത്, നിങ്ങൾ ഷൗട്ട് ചെയ്യണമെങ്കിൽ അപ്പുറത്ത് പോയി ഷൗട്ട് ചെയ്യും, മറ്റേ അനീഷ് റെസ്റ്റ് എടുക്കണം, അപ്പോൾ അനീഷ് റെസ്റ്റ് എടുത്തോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്.
അങ്ങനെ ഷാനവാസ് കൊണ്ടുപോയിട്ട് ആ ക്യാപ്പിൻ്റെ ഒരു കുറച്ച് പീസ് എടുത്തിട്ട് അവരുടെ ബോക്സിൽ വെച്ചുകൊണ്ട് ഇവരുടെ ഷാനവാസിൻ്റെ ടീം ജയിച്ചു എന്ന് വെച്ചാൽ മറ്റൊരു ഔട്ടായി. അനീഷ്, അപ്പാനി, സാബുമാൻ അവരുടെ ടീം ഔട്ടായി. ഇവരാണ് കൊണ്ടുപോയി തൂക്കിയിട്ടത്. അപ്പോൾ ഇവർക്ക് മേ ബി മാർക്കിൻ്റെ കാര്യം പറഞ്ഞില്ല, പക്ഷെ മറ്റൊരു ഔട്ടായി എന്ന് മാത്രം പറഞ്ഞുള്ളൂ. ആരും ഇരുന്നിട്ട് ജിഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ എവിടെ തൊട്ടാലും ഫിസിക്കൽ, എൻ്റെ ദൈവമേ ഞാൻ 100യുടെ തല തൊട്ടു, അപ്പോഴും ഫിസിക്കൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വേഗം വിട്ടു. പിന്നെ അതിട്ട് നോക്കുമ്പോൾ അക്ബറും രേണു ചേച്ചിയും കൂടി ഇരിക്കണം. രേണു ചേച്ചിയുടെ തല തൊടുമ്പോഴേക്കും ഫിസിക്കൽ, അപ്പോൾ അതും പറ്റില്ല. ഞാൻ വിട്ടതാണ്. അതെങ്ങനെയാണ് രേണു ചേച്ചി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് വളരെ റോങ് സ്റ്റേറ്റ്മെൻറ്റാണ് കേട്ടോ. എത്ര തമാശ എന്ന് പറഞ്ഞാലും വളരെ റോങ് സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞത്. സുധിയേട്ടൻ്റെ അടുത്ത് എത്തിയാനേന്നും അത് അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഞാൻ വല്ല പിടിച്ചിരുന്നു, അവർക്ക് എന്തെങ്കിലും പറ്റിപ്പോയി അങ്ങനെയൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ സുധിയേട്ടൻ്റെ അടുത്ത് എത്തിയാനേന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോയി. എത്തിയാനെ അപ്പോൾ ജിഷി പറയും, നീ പിടിക്കാഞ്ഞിട്ട് തന്നെ ഇങ്ങനെ, നീ പിടിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും? അതെ അതെങ്ങനെയാണ്, അവർ രാവിലെ പഞ്ചസാര, ഉച്ചയ്ക്ക് പഞ്ചസാര, രാത്രി പഞ്ചസാര, അങ്ങനെയുള്ള ആളാണ്. ഞാൻ ചെല്ലുമ്പോഴേക്കും അങ്ങനെ വീണു, ഒന്നും പിടിക്കാഞ്ഞിട്ട് തന്നെ വീണു എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുക. എന്നിട്ട് ഇതെല്ലായിടത്തും പറഞ്ഞു നടക്കണ്ട ഈ കോമഡി. അവിടെ ഇരുന്നിട്ട് ശൈത്യയും രേണും കൂടി ഇങ്ങനെ പകച്ച് നോക്കണുണ്ട്. ഇത് കേട്ടിട്ടാണോ എന്നറിയില്ല, പക്ഷെ അവരങ്ങനെ പകച്ച് നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സെയിം ഡയലോഗ് പോയിട്ട് നമ്മുടെ അക്ബറിൻ്റെ അടുത്തും അടിച്ചു വിട്ടാ ഈ ആരി. അപ്പം എനിക്ക് നല്ല ദേഷ്യം വന്നിട്ട് അപ്പാനി ആര്യത്തോട്, നീ എന്തിനാണ് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറയുന്നത്? അത് ഞാനൊരു തമാശ പറഞ്ഞല്ലേ, ഇതെന്ത് തമാശ, എങ്ങനെയാണ് എന്തെങ്കിലും പറ്റിപ്പോയി അപ്പോൾ സുധിയേട്ടൻ്റെ അടുത്ത് എത്തും എന്നൊക്കെ പറഞ്ഞു. അത് അത്രയ്ക്കും ഒരു നല്ല ജോക്കല്ല, അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. നിങ്ങളെന്താണ് ഇത് തമാശ പറഞ്ഞത്? അത് തമാശയായിട്ട് എടുക്കാതെ ഞങ്ങൾ ജോക്കായിട്ട് പറഞ്ഞതല്ലേ, ഒന്നും കൂടെ കളിച്ച് കഴിഞ്ഞാൽ അവർ അങ്ങനെ പറ്റും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ ഭയങ്കര സംസാരം. നീ വലിയ ആളെന്നാവട്ടെ, നീ ഭയങ്കര ബാഡ് വേർഡ്സ് ഒക്കെ പറയുന്ന ആളല്ലേ എന്നൊക്കെ ആര്യം പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞാലും ഈ മാതിരി വർത്താനൊന്നും ഞാൻ പറയട്ടെ, ഇതൊരു മാതിരി വൃത്തിയായിട്ടെന്നൊക്കെ പറഞ്ഞാൽ അക്ബർ പറഞ്ഞാൽ ശരിയാണ്. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു അവരുടെ ഫാമിലിയൊക്കെ കാണുന്നതല്ലേ, മക്കളും ഫാമിലിയൊക്കെ കാണുന്നതല്ലേ. അപ്പം അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ വളരെ മോശമായിപ്പോയി. ആരും ഒന്നത് ചിന്തിക്കാതെ സംസാരിക്കുന്നത്. അപ്പം അക്ബർ ഇങ്ങനെ പറയുന്നത്, ഇവൻ ഇതുപോലത്തെ ചില വർത്തമാനങ്ങളൊക്കെ പറയും, അതാണ് നമുക്ക് ദേഷ്യം വരുന്നതൊക്കെ പറഞ്ഞാൽ അക്ബറും എല്ലാവരും കൂടെ ഭയങ്കര സംസാരം. അപ്പാനിക്കാണെങ്കിൽ 6 സൈഡിൽ നിൽക്കണമെന്ന് അറിഞ്ഞൂടാ. അപ്പാനി മറ്റേ ആര്യം പറഞ്ഞിട്ട് ചിരിക്കുകയും ചെയ്തു. അക്ബറിൻ്റെ കൂട്ടുമാണ്. അപ്പോൾ 6 ഭാഗത്തേക്ക് അപ്പാനിയൊക്കെ തപ്പി നിൽക്കുക. 6 ഭാഗം പറയുന്ന അറിയാൻ വേണ്ടി. പിന്നെ അപ്പാനിയും അക്ബറും ആര്യനും കൂടി ഇരുന്ന് സംസാരിക്കുക. അപ്പോൾ അക്ബർ പറഞ്ഞു, നീ അങ്ങനത്തെ ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ ശരിയായില്ല. ഞാനിവിടെ എല്ലാവരും തമാശ പറഞ്ഞു, എല്ലാവരും തമാശയായിട്ട് ചിരിച്ച് കളിച്ചതാണ്. പക്ഷെ നിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ മാത്രം നീ അത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തു. അക്ബർ പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞാൽ മാത്രമേ എനിക്കറിയുള്ളൂ, എനിക്ക് പക്ഷേ അത് ആ സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്ടമായില്ല, അതങ്ങനെ പറഞ്ഞാൽ ശരിയായില്ല, അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഒരു കോംപ്രമൈസ് ആക്കി. അതിനിടയ്ക്ക് ആര്യം നിന്നിട്ട് രേണുവിൻ്റെ അടുത്ത്, ചേച്ചി ഞാൻ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല കേട്ടോ, നാളെ കൂടെ ചേച്ചി കളിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി അങ്ങനെ എന്തെങ്കിലും പറ്റിപ്പോയാലോ, ചേച്ചി മരിച്ചു പോയാലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. എന്തിനാണാവോ അങ്ങനെയൊക്കെ പറയണത്? ചേച്ചിക്ക് എന്തെങ്കിലും ഫിസിക്കലി എന്തെങ്കിലും പ്രോബ്ലം ആവുമോ എന്ന് വിചാരിച്ച് പേടിച്ചിട്ട് അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. ചേച്ചി മരിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞാണ്, അങ്ങനെ വേറൊന്നും വിചാരിക്കില്ല കേട്ടോ, സോറി കേട്ടോ ചേച്ചി, ഒന്നും വിചാരിക്കില്ല, ഞാൻ അങ്ങനെയായിട്ട് പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ വൈറ്റ് വാഷ് അടിക്കുന്നുണ്ട് നമ്മുടെ ആര്യൻ. ഈ ടാസ്കിൻ്റെ ഇടയ്ക്ക് ഷാനവാസിനൊരു കടിയൊക്കെ കിട്ടിയിട്ട് അനീഷിൻ്റെ വക. അപ്പോൾ മറ്റേ അക്ബർ പറഞ്ഞു, നിങ്ങൾക്കൊരു കടിയുടെ കുറവുണ്ടായിരുന്നു, അതിപ്പോൾ ശരിയായി. അപ്പോൾ ശരിക്കും തന്നെ വന്ന് പിന്നെ ഇടിക്കുക, ഇവർ ഫ്രണ്ട്സ് ആയല്ലോ, ശരിക്കും വന്ന് ഇടിക്കാൻ പറ്റില്ല, പക്ഷേ കളിക്ക് ഇങ്ങനെയൊക്കെ ഇടിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്തത് ക്യാപ്റ്റനെ അനൗൺസ് ചെയ്യുന്നു ബിഗ് ബോസ്. ജിഷേലിനും അനുവിനും ജയിലിലേക്ക് പോകാനുള്ള ടൈമായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടുപേരും കൂടെ ജയിലിൽ കയറ്റി കഴിഞ്ഞപ്പോൾ എൻ്റെ ബാഡ്ജ് എന്നൊക്കെ ജിസയിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് നീ എന്താ ബാഡ്ജ് കുത്താത്തതെന്ന് വെച്ചപ്പോൾ പിന്നെ ഞാൻ തരാം എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏത് ബ്ലാങ്കറ്റാണ് എൻ്റെ എന്നൊക്കെ ജിസയിൽ വെക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതാണെങ്കിലും എന്ത്, ഇപ്പം രണ്ടും ഒരേപോലെ തന്നെ, ഇവിടെ കിടക്കാനൊന്നും പോകണില്ലല്ലോ എന്നൊക്കെ അനു പറയാം. എന്നിട്ട് എല്ലാ ദിവസവും ഇവിടെ ആക്കുന്നുണ്ട്, എന്താ കാര്യമുള്ളത്? അപ്പോൾ നമ്മുടെ ജിസയിൽ പറയാം, ഞാനെന്തായാലും ചേഞ്ചായി, നീ എന്തായാലും ചേഞ്ച് ആകാൻ പോകണില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയണം. അത് അടുത്ത സീനിൽ അപ്പാനിയും മറ്റേ സാബുമാനും കൂടെ വന്നിട്ട് അനീഷിനെ നീ കാരണമാണ് നമ്മൾ ടാസ്ക് നഷ്ടമായത്, ഞങ്ങളുടെ ഒരു ചാൻസാണ് പോയത്, നീയാണ് കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ കുറേ ചീത്ത പറയുന്നുണ്ട്. പാവം അത് ആകെ ക്ഷീണിച്ച് ഒന്നും മിണ്ടാനൊന്നും വയ്യ, റെസ്പോണ്ട് ചെയ്യാൻ പറ്റാണ്ട് ആകെ അവശനായിട്ടിരിക്കുക. കാര്യം നിനക്കിങ്ങനെ പ്രോബ്ലം ഒക്കെ ഉണ്ടായി, ഹെൽത്ത് വൈസ് പ്രോബ്ലം ഒക്കെ ഉണ്ടായി, അതെല്ലാം സംബന്ധിച്ചു, പക്ഷേ നീ കാരണമാണ് ഞങ്ങളുടെ ചാൻസ് നഷ്ടപ്പെട്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ ജീവൻ കളഞ്ഞ് ഞങ്ങൾ നിന്നെ സംരക്ഷിക്കാൻ നോക്കി, നീ കാരണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ രണ്ടുപേരും കൂടെ. ജിസയിൽ അനുവും
ജയിലിൻ്റെ അകത്തിരിക്കാൻ കേട്ടോ. അപ്പോൾ ജിസയിൽ പറയും, നീ പണ്ട് ഇങ്ങനെ കള്ളത്തരം പറയുകയൊക്കെ ചെയ്യുന്ന, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറൊന്നുമില്ല. അല്ല, നീ ഇപ്പം കുഞ്ഞു കുഞ്ഞ് കള്ളങ്ങളൊക്കെ പറയണം, പിന്നെ ടിഷ്യൂ എടുത്ത് എൻ്റെ മുഖത്തൊരിക്കണം, അതൊക്കെ സമ്മതിച്ചു. ജിസേലിൻ്റെ സമ്മതമില്ലാതെ അങ്ങനെ ടച്ച് ചെയ്ത് വളരെ തെറ്റായിപ്പോയി, അത് ഞാൻ സോറി പറയുകയും ചെയ്തു. പിന്നെ നീ എന്താ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കള്ളങ്ങളൊക്കെ പറയാം, ഞാൻ അങ്ങനെ കള്ളമൊന്നും പറയാറൊന്നുമില്ല. പിന്നെ എന്നെപ്പറ്റി ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത എന്താ ബാഡ് തിങ്സ്, അങ്ങനെയുള്ള ചീത്ത വർത്താനം, അങ്ങനെ എന്താ പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നു. ഇല്ല, ഞാൻ അങ്ങനെ ഇല്ലാത്ത കാര്യമൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. എനിക്ക് ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ ഓരോ ആൾക്കാർ പറയുമ്പോഴാണ് എനിക്ക് സങ്കടമാണ്. അത് പറയുമ്പോഴേക്കും കരയാൻ തുടങ്ങിയ ആൾ. കണ്ടോ, ഇത്രയും വലിയ അലിഗേഷൻ എന്നെപ്പറ്റി നീ പറഞ്ഞിട്ടും ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ നല്ല സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞിട്ട് നീ ഇടന്ന് അങ്ങനെ കരയുക. അപ്പോൾ നിൻ്റെ വിചാരം പ്രേക്ഷകർ നിൻ്റെ കൂടെ നിൽക്കും എന്നാണ് നിൻ്റെ വിചാരം. ഈ നമ്മൾ ചില സിനിമയിലൊക്കെ ചില പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ, കുറേ കുറ്റങ്ങളൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് കരഞ്ഞു കാണിക്കുമ്പോൾ എല്ലാവരുടെയും സിമ്പതി അവരുടെ ദേഹത്തേക്ക് പോകും. അതുപോലത്തെ ആ കാർഡാണ് നീ ഇപ്പം എടുക്കണത് എന്നൊക്കെ പറയാം. എൻ്റെ ജിസേൽ എന്തൊക്കെയാണ്, നീ എൻ്റെ അടുത്ത് സോറി പറയില്ല? ഇല്ല ഇല്ല, ഞാൻ സോറി പറയില്ല. ഇത്രയൊക്കെ ചെയ്തിട്ട് നീ എൻ്റെ അടുത്ത് സോറി പറയില്ല? ഇല്ല, ഞാൻ സോറി പറയില്ല എന്നനു പറയുന്നുണ്ട്. അടുത്ത സീനിൽ ആദില ശരിക്കും അനുവിനെ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് അല്ല, ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞു കേട്ടോ. ശൈത്യം ആദിലയും കൂടി ഇനി സംസാരിക്കാം. ആദിലറിയാം അവൾക്കെല്ലാം കണ്ടൻറ്റാണ്. ഈ പറയുന്നതും കരയുന്നതും എക്സ്പ്രസ് ചെയ്യണതും ഇമോഷൻസും വിളമ്പുന്നതും ചോറുണ്ടാക്കുന്നതും ആര്യനായിട്ടുള്ള കോംബോയും എല്ലാം അവൾക്ക് കണ്ടൻറ്റാണ്. ഇവിടുത്തെ ശ്വസിക്കുന്ന ശ്വാസം മാത്രമേ ഉള്ളൂ കണ്ടൻറ്റ് ഇല്ലാത്ത, ബാക്കി എല്ലാം കണ്ടൻറ്റാണ്. ഞാനിനിയിപ്പോൾ എൻ്റെ കളി ഞാൻ മാറ്റി പിടിക്കാൻ പോവാണ്. കാരണം ഞാനിപ്പോൾ ഒന്ന് ഔട്ടായി കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോയി കഴിഞ്ഞാൽ അതിലവിടെ പോയിട്ട് എന്ത് ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, വെറുതെ അനുവിൻ്റെ സാരത്തുമ്പം പിടിച്ചോണ്ട് നടക്കുകയായിരുന്നോ എന്നല്ല ചോദിക്കണേ. എനിക്ക് എൻ്റേതായ ഒരു വ്യക്തിത്വം ഇല്ലേ എന്നൊക്കെ പറയാം. അപ്പോൾ ശൈത്യം അവളുടെ ആ പാവയും ഒക്കെ അവളുടെ കണ്ടൻറ്റാണ്. നമ്മളിതുവരെ ഇത് മനസ്സിലാക്കിയിരുന്നില്ല. അവൾ നമ്മളെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞാൽ അതെ അതെ, ഇനിയിപ്പം അങ്ങനെയൊന്നും പറ്റില്ല, ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്താവും അറിയില്ല, എന്നാലും ഇപ്പം എൻ്റെ ഒരു മനസ്സിൽ അങ്ങനെയാണ് എന്നൊക്കെ പറയാണ്. വളരെ കറക്റ്റായിട്ടുള്ള പോയിൻ്റാണ് കേട്ടോ അതിൽ പറഞ്ഞത്. കണ്ടുപിടിച്ചു അതിലെ നൂറൊക്കെ. അതോടെ ആ എപ്പിസോഡ് കഴിയാണ്. പിന്നെ BB+ തുടങ്ങാണ് കേട്ടോ. ആദ്യം തന്നെ അനീഷ് പൂക്കൂടയായിട്ട് വരുവാണ് കേട്ടോ, മറ്റേ സ്റ്റോർ റൂമിൽ നിന്ന്. ഇന്ന് മൂലം ദിനമാണ്, ഇനി 3 ദിവസം കൂടെ ഉള്ളൂ തിരുവോണം ആവാൻ വേണ്ടിയിട്ട്. അപ്പം അംഗങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് പൂക്കളം ഇടുക എന്നൊക്കെ പറയാം. എന്നിട്ട് നവീനും അനീഷും കൂടെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അനീഷിൻ്റെ ഈ കഴിവൊക്കെ എവിടെയായിരുന്നു എന്ന് പറയാം. അതെല്ലാം ഞാൻ പൂട്ടിയിട്ടേക്കാണ്. മറ്റേ എന്താണ് ചിത്രത്താഴ് വെച്ച് പൂട്ടിയിട്ടിരിക്കുകയാണല്ലേ, ഇനി അതൊന്നും പുറത്തെടുക്കല്ലേ എന്നൊക്കെ പറയട്ടെ. അപ്പോൾ എന്നിട്ട് താക്കോല് കളഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും കളിയാക്കുക. എന്നിട്ട് ആ ഷാനവാസിൻ്റെ മുമ്പിൽ ഇങ്ങനെ തുറക്കായിരുന്നു. ഇതുപോലുള്ള ഒരുത്തൻ്റെ മുമ്പിലാണോ ഞാൻ തുറക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തമാശ പറയാണ്. പിന്നെ എന്നിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കും പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട്. പിന്നെ നവീൻ വന്നിട്ട് ഭക്ഷണമൊന്നും ആയില്ല, അത് അപ്പുറത്ത് കിച്ചൺ ക്യാബിനിരുന്ന് ആടിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ മറ്റേ ലക്ഷ്മി ഊഞ്ഞാലിരിക്കണം. അപ്പോൾ അവിടെ ഒന്നും ആയിട്ടില്ല, ഇതുവരെ ഒന്നും ആയില്ലേ, നിങ്ങളെന്താ അരി വെക്കണം എന്നൊക്കെ പറഞ്ഞു. അരിയൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവിടെ ചെല്ലുമ്പോഴേക്കും അനുവൊക്കെ ദോശ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ 20 എണ്ണം ആയി, ഇനി ഒരു 12 എണ്ണം കൂടെ മതി എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് മറ്റേ ജിതിൻ വന്ന് ഇങ്ങനെ ചൊറിയാൻ വേണ്ടി വരുമ്പോഴേക്കും ലക്ഷ്മി എനിക്ക് ഇയാളെ ഒന്ന് മാറ്റിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വേറൊരാളെ തരാമോ എന്ന് പറയാം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചട്നി ഉണ്ടാക്കി, അപ്പോൾ ഇവർക്ക് അത് പറ്റൂല എന്ന് പറഞ്ഞു. കിച്ചൺ ക്യാപ്റ്റൻ്റെ അനുവാദം ഇല്ലാതെ ഉണ്ടാക്കിയതെന്ന് ആണല്ലോ പറഞ്ഞത് നവീൻ പറയാം. അങ്ങനെയാണെങ്കിൽ കിച്ചൺ ക്യാപ്റ്റൻ കഴിക്കണ്ട, പ്രശ്നം തീർന്നില്ലേ. ഇന്നലെ ആണെങ്കിൽ കിച്ചൺ ക്യാപ്റ്റൻ കുറേ വെജിറ്റബിൾസ് അരിഞ്ഞിട്ട് ആ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചേക്കണം, അത് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അത് വിഷമായി. അപ്പോൾ വിവരക്കേട് പറയില്ലേ എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ വിഷം കഴിക്കുമെന്ന് എനിക്ക് വേണ്ടായോ, എൻ്റെ അടുത്ത് അങ്ങനെ ആദ്യം ഓർഡർ ചെയ്യുമൊന്നും വേണ്ട, എൻ്റെ അടുത്ത് കാര്യങ്ങളായിട്ട് പറഞ്ഞാൽ മതി എന്നൊക്കെ ജിതിൻ പറഞ്ഞിട്ട് രാവിലെ തന്നെ ചോദിച്ചിലാണ് കേട്ടോ. അക്ബർ പറയാണ്, ഇന്നലെ ഈ ലക്ഷ്മി കിച്ചൺ ക്യാപ്റ്റൻ ആയ സമയത്ത് ഈ വെജിറ്റബിൾസൊക്കെ നേരത്തെ കട്ട് ചെയ്ത് വെക്കുമെന്ന് എല്ലാവരും മുമ്പിൽ വെച്ച് പറഞ്ഞിരുന്നു. അപ്പം ഇയാൾ എവിടെയായിരുന്നു? എപ്പോൾ പറഞ്ഞ് ജിതിൻ? അത് നിങ്ങൾ കേട്ടില്ല, നമ്മുടെ പ്രശ്നമല്ല, നമ്മളെല്ലാവരും കേട്ടിരുന്നു, നമുക്ക് ആർക്കും ആ ഒരു ഒബ്ജക്ഷൻ ഉണ്ടായില്ല. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്ന കാര്യം പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ലക്ഷ്മി വന്നിട്ട് ആര്യനോട് പറഞ്ഞു, ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് വെക്കുമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലേ. പറഞ്ഞിരുന്നു. ഇപ്പോൾ അയാൾ ആ കാര്യം പറഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പോയിന്റ് ചെയ്ത് എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇന്നലെ അല്ലെങ്കിൽ ഡിന്നറിന് സംഭവിച്ചത് ഇത് തന്നെ. എന്നിട്ട് ലക്ഷ്മിയൊക്കെ നടന്ന് ഇയാളുടെ അടുത്ത് പോകും, ജിഷിൻ്റെ അടുത്ത് പോകും. എന്നിട്ട് ചേട്ടാ ജിഷിൻ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ നേരിട്ട് എൻ്റെ മുഖത്ത് നോക്കി പറ, നമുക്ക് നേരിട്ട് ഫൈറ്റ് ചെയ്യാം. വാ നമുക്ക് നേരിട്ട് ഫൈറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. എന്തെങ്കിലും പേഴ്സണൽ ഗ്രഡ്ജ് ആണെങ്കിൽ അത് പറഞ്ഞാൽ മതി, അല്ലാണ്ട് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കലെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടും കൂടെ ഓരോ ഇത് സംസാരിക്കാനട്ടെ.
പിന്നെ മോർണിംഗ് ടാസ്ക്കാണ്. മോർണിംഗ് ടാസ്കിൽ നിങ്ങൾ ഈ വൈൽഡ് കാർഡ് എൻട്രീസ് എല്ലാവരും പൊളിയാണ് എന്നൊക്കെ നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട്. പക്ഷേ ഒരാളുടെ സൗണ്ട് മാത്രം മുന്നിട്ട് കേൾക്കുന്നില്ല, അത് സാബുമാൻ്റെ ആണ്. അപ്പം സാബുമാൻ ഒരു 15 മിനിറ്റ് വരെയാണ് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെ വൈൽഡ് കാർഡായിട്ട് സെലക്ട് ചെയ്തത്, നിങ്ങൾക്ക് ഇവിടെ എല്ലാവരും മുമ്പ് വെച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം എന്ന് പറയാം. സാബുമാൻ അപ്പോൾ തന്നെ ഷർട്ടൊക്കെ അയച്ചു, ബോഡി ഷോ ഒക്കെ കാണിച്ചു. പിന്നെ എന്നെ പോലെ ഡാൻസ് കളിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡാൻസൊക്കെയാണ്. പിന്നെ പുഷപ്സ് 50 പുഷപ്സ് ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തുകൊണ്ട് ഇവിടെ വന്നു, ഞാൻ കുറച്ചിങ്ങനെ ഷൈ ടൈപ്പാണ്, പക്ഷേ എന്നാലും എന്തുമാത്രം പൊട്ടിത്തെറിക്കാൻ പറ്റും എന്നൊക്കെ എനിക്ക് അറിയണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയും. ഈ സമയത്തൊക്കെ നമ്മുടെ അനുമോൾ അവിടെ മാറി നിൽക്കുന്നുണ്ട്, ഒരു സാരി കൊടുത്ത് തലയിൽ തുണിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണോ എന്തോ വഴക്കിട്ടുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, അങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. ഇവിടെ റൂംമേറ്റ്സ് ഒന്നും ആരും ശ്രദ്ധിക്കുന്നേ ഇല്ല. അല്ല, നമ്മളിപ്പോൾ എന്തായാലും ആ വീഡിയോ കാണുമ്പോൾ എന്ത് ഈ കൊച്ചു മാത്രം മാറിയിരിക്കണേ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കും. അങ്ങനെ അതിൻ്റെ ലാസ്റ്റ് പോയി കഴിയുമ്പോഴേക്കും ഈ സാബുമോൻ പിന്നെ ഇങ്ങനെ പറയണു, ഞാൻ നിങ്ങളൊക്കെ ഇപ്പോൾ വന്നപ്പോൾ തന്നെ നിങ്ങളുടെ പൊട്ടിത്തെറിയൊക്കെ കഴിഞ്ഞല്ലോ, മറ്റേ ജിഷിൻ്റെ അടുത്തൊക്കെ പറയാം, ഞാനിനി വരാനിരിക്കുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബസറടിക്കും. അതോടെ സാബുമാൻ്റെ ടാസ്ക് കഴിയും കേട്ടോ. അപ്പോൾ ഓരോ ആൾക്കാരും സാബുമാനെ പറ്റി ഉള്ള അഭിപ്രായം പറയാണ് കേട്ടോ. നമ്മുടെ അനീശ്വര വളരെ മോശം, ഈ പ്രാവശ്യത്തെ വൈൽഡ് കാർഡ് എൻട്രി എല്ലാം വളരെ മോശമായില്ല. സാബുമാൻ തീരെ ഒന്നും ചെയ്യുന്നില്ല, 15 മിനിറ്റ് കൊടുത്തിട്ട് അത് മര്യാദയ്ക്ക് യൂട്ടിലൈസ് ചെയ്തില്ല എന്നൊക്കെ പറയാം. ഓനിയിൽ പറഞ്ഞിട്ട് അയാളാണെങ്കിൽ ആൾക്കാരെ നോക്കി ചിരിക്കണ്ട, അല്ലാണ്ട് വെറുതെ രാവിലെ എണീറ്റ് വന്നു പറഞ്ഞാൽ തന്നെ ഭയങ്കര വഴക്കുണ്ടാക്കാൻ അതിനൊന്നും നിൽക്കുന്നില്ല, അയാൾ നല്ലൊരു മനുഷ്യനായിട്ടാണ് തോന്നിയതെന്നൊക്കെ പറയാം. അങ്ങനെ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയാം കേട്ടോ. അതിനിടയ്ക്ക് നമ്മുടെ ഷാനവാസ് അതിൽ പറഞ്ഞിട്ട് വളരെ നല്ല സ്മൈലാണ്, അദ്ദേഹത്തിൻ്റെ നല്ലൊരു മനുഷ്യനായിട്ട് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു ശരിയായിട്ട് തോന്നുന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആര്യം വന്നിട്ട് പറയുന്നത്, ഇയാളെ ഫസ്റ്റ് ഞാൻ അവിടെ നിന്ന് കണ്ടപ്പോൾ തന്നെ ആ ചിരി കണ്ടപ്പോൾ തന്നെ അതിനനുസരിച്ചുള്ള വ്യക്തിയായിട്ടാണ് തോന്നിയത്. ഷാനവാസ് പറഞ്ഞു വളരെ ക്യൂട്ട് ചിരിയെന്ന് ആദ്യം പറഞ്ഞു, പക്ഷേ അതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഞാൻ സാബുമാൻ്റെ അടുത്ത് വെച്ച് ഇതുവരെ ട്രാക്കിൽ ഇറങ്ങാറായിട്ടില്ല എന്ന് ചോദിച്ചപ്പോഴേക്കും പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എല്ലാവരും ഒന്ന് കാണട്ടെ, ഒന്ന് പഠിക്കട്ടെ, എത്രയൊക്കെ പുറത്തേക്ക് വരും നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു കൊലച്ചിരിയാണോ എന്നൊരു സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഓരോ ആൾക്കാരും ഓരോ അഭിപ്രായം പറയാനായിട്ടാ. മറ്റേ ജിഷിൻ പറയുന്നുണ്ട്, ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ മുന്നോട്ട് വന്ന് കളിക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയണേ. പിന്നെ ജിഷിനും അനുമോളും കൂടെ വാഷ്റൂമിൻ്റെ ഭാഗത്ത് നിൽക്കുക. അപ്പോൾ അനുമോൾ പറയും, ഇവരൊക്കെ എന്തൊരു വ്യത്യാസമായിട്ടാണ് നിങ്ങൾ വൈൽഡ് കാർഡ് എൻട്രീസിനെ കാണുന്നത്, നിങ്ങൾ ശത്രുക്കളെ പോലെ കാണുന്നത്, 5 പേര് ഒരുമിച്ച് വന്നത് ആർക്കും ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ സൈഡായിട്ട് നിന്ന് സംസാരിക്കുക അനുമോൾ. എന്നിട്ട് ജിഷിൻ, എനിക്കാണെങ്കിൽ അക്ബറിനെ അങ്ങനെ ദേഷ്യം വേണ്ട, ഇന്നലെ ആ കൺഫ്യൂഷൻ റൂമിൽ വിളിച്ചിട്ട് ഇങ്ങനെ പുഷ് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം, ഒരു വ്യത്യാസമില്ല, ഇതേപോലെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാനാണെങ്കിൽ ശരിക്കും കടന്നാണ് പണിപ്പുരയിൽ നിന്ന് ഇറങ്ങിയതാണ്, അതേ ചേട്ടൻ ഇങ്ങനെ ഡോറിൻ്റെ അവിടെ എത്തി, മറ്റവരാരും എല്ലാവരും അകത്തായിരുന്നു എന്നൊക്കെ നമ്മുടെ അനു പറയാണ്. അതിട്ട് ഈ സമയത്ത് പറയാൻ പാടുമോ എന്നറിയില്ല, എൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആണ്, ഭാര്യയ്ക്ക് ബർത്ത്ഡേ വിഷ് എന്നൊക്കെ പറഞ്ഞ് വിഷ് കൊടുക്കുന്നുണ്ട്. ഷാനവാസും അപ്പാനിയും ജിഷിനും കൂടെ ഇരിക്കണം. അപ്പോൾ ജിഷിൻ പറയാം, അവൾ വലിയ മറ്റേ ലക്ഷ്മിനെ പറയട്ടെ, വലിയ അഭിനേതാവാണല്ലേ, എന്തായാലും എന്നെ ഭരിക്കാൻ വരണ്ട, ഞാൻ നിന്ന് കൊടുക്കില്ല. അപ്പോൾ അപ്പാനി, അതിപ്പോൾ ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ ഭരിക്കാൻ നമ്മൾ സമ്മതിക്കില്ല, പുറത്തു നിന്ന് അല്ല എന്താണ് ഇതിനകത്ത്. അപ്പോൾ ഷാനവാസ്, എന്തെങ്കിലും പറയണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ട് പോവുള്ളൂ, അത്രേ ഉള്ളൂ, ആരും എന്നെ ഭരിക്കാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ജിഷിൻ പറയണ്ടേ. രേണുവിനെ പ്രൊട്ടക്റ്റ് ചെയ്തതിനെ പറ്റിയാണ് അക്ബറും അനുവും കൂടെ സംസാരം കേട്ടോ. അനു ആ പാവം അവരുടെ തല ഇങ്ങനെ ആക്കി പിടിച്ചിട്ട് അതിന് കഴുത്ത് വേദന, മറ്റേ രേണുവിനെ കഴുത്ത് വേദന, അവരെ എണീപ്പിച്ച് നിർത്തണ്ടേ. അപ്പോൾ അക്ബർ, എണീറ്റ് നിൽക്കാൻ വയ്യാത്ത ഈ പാവം പിടിച്ച സ്ത്രീനെ ഞാൻ എങ്ങനെ എണീപ്പിച്ച് നിർത്താനാണ്, നീ എന്തായി പറയണേ, നിങ്ങൾ പിടിച്ച് അമ്മയ്ക്ക് വെച്ചിട്ടല്ലേ അവരുടെ തല വയ്യാണ്ടായത്, അത് എന്താണ് ക്യാപ്പ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ ക്യാപ്പ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ മേത്ത് കയറി കിടക്കുകയല്ലേ ചെയ്യണമെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം. അപ്പോൾ ഇവിടെയൊക്കെ ക്യാമറയിലൊക്കെ വന്നിട്ടുണ്ടാവും ഇതെന്ന് അനു പറയട്ടെ. അതെ അതെ, ക്യാമറയിലൊക്കെ വന്നിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ വരാത്ത കാര്യങ്ങൾ നീ കാണുന്നുണ്ടാവുമല്ലോ, നിൻ്റെ അങ്ങനത്തെ കണ്ണല്ലേ ക്യാമറ വരാത്ത, മറ്റേ ജിസയിലും ആര്യൻ്റെ കാര്യം ചേർത്തിട്ട് പറയട്ടെ, അങ്ങനത്തെ കണ്ണാണല്ലോ നിൻ്റെ. അപ്പോഴേക്കും അതിൽ ഈ 2 പോത്തുകൾ അപ്പുറത്തെങ്ങാനും പോയി ചിലക്കി, അവർ റെസ്റ്റ് ചെയ്തോട്ടെ, നീ അങ്ങോട്ട് മിണ്ടാണ്ടിരിക്കും മോളെ എന്നൊക്കെ നമ്മൾ അനുവിൻ്റെ അടുത്ത് പറയണ്ടേ.
ഷാനവാസ് അക്ബറും അഭിലാഷും കൂടെ സംസാരിക്കട്ടെ. അഭിലാഷ് കേട്ടിരിക്കണുള്ളൂ. അപ്പോൾ ഷാനവാസ് പറയും ഇന്നലെ അതിൽ വന്നിട്ട് പറയും അനുവും ശൈത്യം കൂടെയുള്ള വഴക്കുണ്ട്, എനിക്ക് വിഷമമാണ്, ഞങ്ങൾക്ക് വിഷമമാണ് ഇക്ക, അപ്പോൾ ഇക്കൊന്ന് സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അനുവിൻ്റെ അടുത്ത് ഞാൻ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം, അവൾ എന്തെങ്കിലും ഒന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടോ, അപ്പോൾ അതനുസരിച്ച് അവൾ നിൽക്കുള്ളൂ എന്നൊക്കെ പറയാം. എന്നിട്ട് പിന്നെ ഈ അനുവിൻ്റെ അടുത്ത് ആ മസ്താനി എന്നിട്ട് ഈ ശൈത്യ കുഴപ്പക്കാരിയാണ്, അവൾ പുറകിൽ നിന്ന് കുത്തും, ഞങ്ങൾ പുറത്തുനിന്ന് ഇരുന്ന് ഇത് വീഡിയോ കണ്ടിട്ടുള്ളതാണ്, അവൾ കട്ടപ്പയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ മറ്റേ അക്ബർ പറയും അതൊന്നും അനുവിൻ്റെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല, അനുവിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ സീസണൽ സ്നേഹമാണ്, ഈ മറ്റേ അവക്കാട് ചില സീസണിലല്ലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ ആദ്യം കുറച്ചാൾ അപ്പാനിയായിരുന്നു, പിന്നെ ആര്യൻ, പിന്നെ ശൈത്യ, പിന്നെ മസ്താനി, അങ്ങനെ മാറി ആരുടെ കഴമ്പുള്ള അതിൻ്റെ കൂടെ അങ്ങോട്ട് കൂടും, അത്രേ ഉള്ളൂ. അപ്പം ഷാനവാസ് അറിയാം ഞാൻ ചെറുപ്പം മുതലേ കാണുന്ന ആളാണ്, അപ്പോൾ എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല, നിങ്ങളങ്ങനെ ചിന്തിച്ചോ, എനിക്ക് പക്ഷെ അങ്ങനെ പറ്റില്ല എന്ന് അക്ബർ പറയാം. അപ്പോൾ ഷാനവാസ് പറയാം നിങ്ങളുടെ ഗെയിം നിങ്ങൾ കളിച്ചോ, ഞാനത് മാറ്റണമെന്ന് പറഞ്ഞില്ല, ഞാൻ എന്നാലും പറയാം, പക്ഷെ ആ നന്ദി നമ്മൾ തിരിച്ച് ഇങ്ങോട്ടൊന്നും കാണിക്കണമൊന്നുമില്ല. പിന്നെ ശൈത്യം ആദിലയും കൂടെ അനുവിൻ്റെ കാര്യം ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അടുത്ത സീനിൽ നമ്മുടെ ജിസേലിനെയും അനുവിനെയും ജയിൽ മോചിതരാക്കാമെന്ന് പറയുന്നുണ്ട്. ഇനി നാളത്തെ പ്രൊമോ കാണിക്കാൻ കേട്ടോ. എൻ്റെ മുന്നേ പൊരിഞ്ഞടിയാന്ന് തോന്നുന്നുണ്ട്, എന്താ സംഭവം എന്നറിയില്ല. മറ്റേ യുദ്ധം ആ ക്യാപ്പ് വെച്ചിട്ടുള്ളതില്ലേ അതിൻ്റെ 2ാം ഭാഗം നടക്കാൻ പോകാമെന്നൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവരും കൂടെ പൊരിഞ്ഞടി ആ അക്ബറിൻ്റെ ഷർട്ടൊക്കെ ആരൊക്കെ വലിച്ച് കീറിച്ചിട്ടുണ്ട്, അക്ബറിൻ്റെ അതിലൊരു ക്യാപ്പ് ഇരിക്കുന്നുണ്ട്, ജിസയിൽ ചാടി ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കയറുന്നുണ്ട്, അങ്ങനെ ആകെ ബഹളം. അപ്പോൾ അനീഷിൻ്റെ സൗണ്ട് ഇന്ന് ഞാൻ നാളെ നീ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ സംഭവം എന്നുള്ളത് നാളെ നമുക്കറിയുള്ളൂ. എന്തായാലും നാളത്തെ എപ്പിസോഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത 31 ദിവസം എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.